വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. Everyone open your Bible in this evening. We are going Book of Revelation chapter 4 verse 1. വെളിപ്പാട് 4:1 വാക്യങ്ങൾ. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. മേലാൽ എന്ത് സംഭവിക്കും? ഇതാ ഇന്ന് രാത്രി അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി, ചതഞ്ഞ ഓടവടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെക്കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഈ ചൊവ്വാഴ്ച കരുണാമയനായ ദൈവത്തിന്റെ കരം ചലിപ്പാൻ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നയിന്റെ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ വിധവയാവുന്നതിന് അവൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. കാലത്തിന്റെ കൊത്തൊഴുക്കിനകത്ത് തന്റെ പ്രിയപ്പെട്ടവൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അമ്മയ്ക്കാകെ ഉണ്ടായിരുന്നത് 9 മാസം 9 ദിവസം 9 വിനാഴിക നൊന്ത് പ്രസവിച്ച പൈതല. അവനും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ശവമഞ്ചം ചുമക്കാൻ ആള് വന്നു, കുഴിവെട്ടാൻ ആള് വന്നു. എന്നാൽ അമ്മയുടെ ഹൃദയവേദന, ശവമഞ്ചം വിലാപയാത്രയെ സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ വിലാപങ്ങളെ നൃത്തമാക്കുന്നവന്റെ കരം അതിന് നേരെ വന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ചേതനയേറ്റ ശരീരത്തിനകത്ത് എൻ്റെ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ചലിച്ചതുപോലെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ഇന്ന് രാത്രി ചില പെട്ടിക്കകത്ത് ചേതനയേറ്റ് കിടക്കുന്ന, മദ്യപാനത്തിൽ തകർന്നു കിടക്കുന്ന, കുടുംബത്തിന്റെ ബന്ധനത്തിൽ തകർന്നു കിടക്കുന്ന, മദ്യപാനത്തിൽ തകർന്നു കിടക്കുന്ന, മന്ത്രവാദ ശക്തിയിൽ തകർന്നു കിടക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് രാത്രി വചനം ഇറങ്ങി വരുമ്പോൾ നയിന്റെ പട്ടണത്തിലെ വിധവയുടെ മകൻ എഴുന്നേറ്റ് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയാകുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തുന്ന ദൈവം, ശൂന്യതയിൽ നിന്ന് സകലത്തെ ഉളവാക്കുന്ന ദൈവം, ചേതനയറ്റ ശരീരത്തിനകത്ത് ദൈവകരമിറങ്ങിയപ്പോൾ വിലാപങ്ങളെ മാറ്റി സന്തോഷത്തിന്റെ രട്ടുടുപ്പിച്ചതുപോലെ ഈ കൺവെൻഷൻ കൂട്ടം ഈ പട്ടണത്തിനകത്ത് വിലാപങ്ങളെ മാറ്റി ദൈവിക സന്തോഷത്തിന്റെ രട്ടുടുപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിട്ടുണ്ടല്ലോ. സ്വർഗസ്നായ പ്രിയ പിതാവേ, അങ്ങയുടെ തിരുശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങയുടെ തിരുശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അങ്ങയുടെ തിരുശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അങ്ങയുടെ തിരുശബ്ദം ഇന്ന് രാത്രി ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഈ പട്ടണത്തിൽ ജീവന്റെ വചനവും ആരാധനയും പ്രസംഗിക്കപ്പെടുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, കുടുംബജീവിതം തകർന്ന കുഞ്ഞുങ്ങൾ യേശുവിനെ കാണുവാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, വീതിക്കകത്ത് റോഡിനകത്തും തെരുക്കോണിനകത്തും മരത്തിന്റെ ചുവട്ടിലുമല്ല ഒരു ദൈവ കൃപ ഇന്ന് രാത്രി ആഞ്ഞടിക്കുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പുഴപക്കത്ത് രക്താംബരം വിട്ടുകൊണ്ടുന്ന ലുദിയായുടെ ചങ്കിനകത്ത് ദൈവവചനം ഇറങ്ങിയപ്പോൾ അവൾ നാഥന് വേണ്ടി കരമുയർത്തിയതുപോലെ 2025 മലയത്ത് ചില കരങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഉയർത്തുന്ന രാത്രികളായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന മക്കളെല്ലാം ദൈവം കാക്കണം. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറട്ടെ. പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രിയും ഉയരരുത്. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം ഊറ്റിത്തന്ന യേശുപ്പച്ചന്റെ നാമം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ആദ്യോടെന്ത തിരുസാനത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകൾ തിരിക്കണം. അങ്ങയുടെ തിരുസാന്റെ കൂടെ ഇരിക്കണം. ശബ്ദം, വെളിച്ചമല്ല ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ ഏൽക്കുന്നു. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമീൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മലയത്തെ ദൈവ കുഞ്ഞുങ്ങളുടെ നല്ല സഹകരണത്തിനായി നന്ദി. വിശുദ്ധ വെളിപ്പാട് പുസ്തകം
പുതിയ നിയമത്തിലെ അവസാന രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. എല്ലാവരും ശ്രദ്ധയോടെ. പുതിയ നിയമത്തിൽ പൗലോസ് 14 ലേഖനം എഴുതി, പക്ഷെ അവൻ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. അതുപോലെ ലൂക്കോസ് സുവിശേഷം എഴുതി, സഭയുടെ ചരിത്രം എഴുതി. പക്ഷേ യോഹന്നാൻ്റെ പ്രത്യേകത, അവൻ സുവിശേഷം എഴുതി. ഇത് സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നു. 2 അവൻ ഉപദേശം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹൻ. വരാൻ പോകുന്ന കാലം, ദൈവസഭയുടെ വ്യത്യാസങ്ങൾ, ദൈവജനത്തിൻ്റെ ന്യായവിധി എല്ലാം അതിനകത്ത് രേഖപ്പെടുത്തി. 3 പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതുവാനും യോഹന്നാന് കൃപ ലഭിച്ചു. ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങൾ 2ാമത് ഇരവ് ആ യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുവന്ന് വയോധികനോട് ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വെള്ളറുടെ ആത്മീയ മന്ന ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? കണ്ണമൂല CSI സെമിനാരിയുടെ ബിരുദമാണോ? അല്ലെങ്കിൽ ബാംഗ്ലൂർ ബറിയൻ ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? ഉടനെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ PhD ആണോ? അപ്പച്ചൻ പറയാതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരുടെ കൊലക്കളത്തിൽ നാഥന്റെ മാറോട് ഞാൻ ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ അവന്റെ കൃപ എൻ്റെ മേൽ ഇറങ്ങി വന്നു. ലേഖനം എഴുതുവാൻ എൻ്റെ മേൽ ആ കൃപ ഇറങ്ങി വന്നു. പ്രവചനം എഴുതുവാൻ എൻ്റെ മേൽ ആ കൃപ ഇറങ്ങി വന്നു. അപ്പച്ച അമ്മച്ചി ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കൾ മാറും, എന്നാൽ കാൽവരി ദർശനം കണ്ടവനെ അന്ത്യം വരെ വഴി നടത്തുക യോഹന്നാനെ തൊട്ട ഒരു കരം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, അവൻ എവിടുന്ന് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പടയാളികൾ യോഹന്നാൻ എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? നല്ല സുന്ദരമായി എഫെസോസ് സഭയിൽ കൊണ്ടുവന്നു. പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് പറഞ്ഞു, സാറേ ഈ അപ്പച്ചനെ കൊല്ലാനൊന്നും കഴിയത്തില്ല, അദ്ദേഹത്തിൻ്റെ അസാമാന്യ ശക്തി. ഡൊമീഷ്യൻ്റെ മുഖം ചുവന്നു, ക്രൂരമായ മുഖത്തോടെ പറഞ്ഞു, പോകുക, 4 ദിവസം കഴിഞ്ഞ് വരിക. 4ാം ദിവസം വന്നു. 4ാം ദിവസം വന്നപ്പോൾ ശിക്ഷ കൊടുത്തു. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് വയോധികനായ യോഹന്നാനെ മുക്കിക്കൊല്ലുവാൻ. രാവിലെ 5:30 പടയാളികൾ വന്നു. സഭയുടെ പുറത്ത് വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന വയോധികനോട് പറഞ്ഞു, അപ്പച്ച ഇന്ന് ഫൈനൽ ഡേയാ, എന്തെങ്കിലും ശാപ്പാട് കഴിക്കണോ? ആരെങ്കിലും കഴിക്കുക, എന്തെങ്കിലും ആഹാരം ആരെങ്കിലും കാണുമോ? തൂക്കുകൊലയ്ക്ക് വിധിക്കുന്ന ഒരു വിധി കൊലയാളിക്ക് വേണ്ടി നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം, കാണേണ്ടവരെ മുഴുവൻ ജയിലധികാരികൾ കാണിച്ചിട്ടാ തൂക്കേറി കയറ്റുന്നത്. അതുപോലെ വയോധികനോട് ചോദിച്ചു. വയോധികൻ ചോദിച്ചു, ഒന്ന് പറഞ്ഞാട്ട് എന്താ ശിക്ഷ? താങ്കളെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് മുക്കി കൊല്ലുവാനുള്ള കൽപ്പനയാ. വയോധികന്റെ മുഖത്തൊരു മന്ദസ്മിതം. പടയാളികൾ ചോദിച്ചു, അപ്പച്ച മരണം കാണുമ്പോഴേ എന്തിനൊരു മന്ദസ്മിതം? എനിക്ക് ഭാരമൊന്നുമില്ല കുഞ്ഞുങ്ങള്. യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്നത് നിന്റെ ചക്രവർത്തിയാക്കാൽ ഒരു വലിയവൻ കൊണ്ടുവന്ന് ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ആരെ? ശദ്രക്, മേശക്, അബേദ്നെഗോ. ദുരാശു സമീപഭൂമിയിൽ ഒരു ബിംബമുണ്ടാക്കി ഞങ്ങളുടെ മക്കളോട് പറഞ്ഞു, മടങ്ങിയില്ലെങ്കിൽ 7 മടങ്ങ് തീ കൂട്ടുമെന്ന്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ മടങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായ കുഞ്ഞുങ്ങൾ തീക്കകത്തിറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയ കുഞ്ഞുങ്ങളെ വിടുവിച്ചെങ്കിൽ എനിക്ക് ഭാരമില്ല. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. സാധാരണ ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെറ്റിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി അദ്ദേഹത്തെ കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ പടയാളികൾ മരണം കാണുവാൻ കാത്തിരുന്നു. അതിന്റെ നടുവിൽ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല ഉയർത്തിയോ 9ാം മിനിറ്റിൽ തല ഉയർത്തി. അവർ ചോദിച്ചു, എന്താ പച്ച, പുതയ്ക്കാൻ വല്ലതും തരണം? ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കുക, ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും യോഹന്നാൻ മരിച്ചില്ല, തീർന്നില്ല. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ടും വയോധികൻ മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല മക്കളെ? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം ആ വയോധികൻ എഴുതിയില്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിനൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ രോഗക്കെട്ടുകൾ പല പ്രാവശ്യം ആഞ്ഞടിച്ചാലും, ഈശാനുമൂലം നിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ചാലും, പടകിന്റെ പലകകൾ ഇളകിയാലും, അല്പം വെള്ളം കയറിയാലും, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ നിന്നെ കൃത്യസ്ഥലത്ത് എത്തിക്കുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി തകർന്നു പോകരുത്, തളർന്നു പോകരുത്. ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ എത്ര നല്ലതാ! ബൈബിൾ എന്തെല്ലാം പ്രോമിസാ! ഇന്നലെ ഞാൻ ദാവീദിൻ്റെ പ്രോമിസാ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയുടെ പ്രോമിസ് പറയാം. ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്ന കാലം. എല്ലാവരും കേട്ടാട്ട്. ഒരപ്പൻ, ഒരമ്മ, 2 മക്കൾ, എലിമലേക്ക്, മംഗ്ലോൻ, കില്യോൻ, അമ്മച്ചി നവോമി. അവർ പാർത്ത സ്ഥലം ബേദലഹ്. ബേത്ത് വീട്, ലഹൻ ചാപ്പാട്. ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂരാട്ടം, കാരാമിലക, എല്ലായിടത്തും ചാപ്പാട് കിട്ടുന്ന സ്ഥലമാണ്. അവിടെയും പട്ടിണി വന്നെന്ന്. പിന്നെ ഇവിടുത്തെ കാര്യം പറയണോ?
സന്തോഷമില്ലല്ലോ. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കേട്ടാൽ മതി, തലയിലും തേക്കണ്ട, കരഞ്ഞോളും, വിഷമിക്കേണ്ട. സ്വോത്രം. അവിടം വരെ എല്ലാം തീരാൻ പോവുക. ഇന്ന് രാത്രി അവർ പുറകോട്ട് സഞ്ചരിച്ചു 400 കിലോമീറ്റർ. വന്നത് മോവാബ്. മോവാബിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. ആരാ ഈ മോവാബ്? പറഞ്ഞു തരാം. ലോത്തിൻ്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ടു 1000 ആണ്ട് ശാപത്തിൽ കിടക്കുന്ന സ്ഥലമാണ് മോവാബ്. അതിൻ്റെ വേറെ തരമാണ് അമ്മാൻ, അഥവാ ഇന്നത്തെ ഈ ജോർദാൻ്റെ തലസ്ഥാനം അമ്മാൻ. ഇതെല്ലാം ലോത്തിൻ്റെ മക്കളാണ്. ബൈബിളും പ്രവചനങ്ങൾ. മോവാബി വന്നു. ഒരു കല്യാണം 2 കുഞ്ഞുങ്ങൾക്കും കിട്ടി. മംഗ്ലോനും കില്ലിയോനും ഓരോ കല്യാണം. ഒരു 2 പെൺകുട്ടികളെ കിട്ടി. ഒന്ന് രൂത്ത്, ഒന്ന് ഓർപ്പ. ചില ആൾക്കാർ പറയാറുണ്ട് ചില സ്ഥലത്ത് പോയാൽ കല്യാണം പെട്ടെന്ന് കിട്ടുമെന്ന്. സ്വോത്രം. കുഞ്ഞെ കല്യാണം ഇച്ചിരി താമസം കിട്ടിയാലും സന്തോഷം. നീ പ്രാർത്ഥിക്കും തോറും നിനക്ക് അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇവിടെ വന്ന് രണ്ടുപേരും കാര്യങ്ങളെല്ലാം ശരിയായി. അപ്പം പെൺപിള്ളേർ കുടുംബമായിട്ട് താമസിച്ചു. പിന്നെ ഈ മംഗളൂനും കില്ലിയോനും രൂത്തും ഓർപ്പയായിട്ടെല്ലാം കൂടെ ഊട്ടിയിൽ പോയി. ഊട്ടിയിലെങ്ങാണ്ട് പോയ സമയത്ത് അപ്പച്ചൻ 1ാമത്തെ അടി മാടനടി ഹാർട്ട് അറ്റാക്ക് വന്നു. അല്ലേ തന്നെ പിള്ളേർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 2 നേരം ഇൻസുലിൻ എടുക്കണം, പുളിയില വെള്ളമൊക്കെ തിളപ്പിക്കണം. എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും. അപ്പച്ചൻ മരിച്ചു. വീട്ടിൽ 1ാമത്തെ ശവപ്പെട്ടി. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്ന് അടക്കം കഴിഞ്ഞപ്പോൾ അടുത്ത നമ്പർ 2 മംഗളോൻ മരിച്ചു. 3ാമത്തവനും മരിച്ചു. ഇതാ കിടക്കുന്ന കില്ലോ. ഒരു വീട്ടിൽ 3 ശവപ്പെട്ടി. പിന്നെ ആര് സഭായോഗത്തിന് വരും? സ്വോത്രം. പാസ്റ്റർ വന്ന കഥ അടച്ചിട്ടേക്കോ കുറ്റം പറയരുത്. അങ്ങനെ ഇരുന്നപ്പോൾ രൂത്ത് 1:12 മുതൽ സഹോദരിമാർ പിന്നെ വീട്ടിൽ ചെന്ന് വായിക്കണം. അമ്മച്ചി ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ ഞാൻ ബേദലഹേമിൽ നിന്ന് വന്നപ്പോൾ പാസ്പോർട്ട് വിഷയം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങ് തിരിച്ചു പോകുകയെന്ന്. മനസ്സിലാകുന്നവർക്കായി. ഇനി എനിക്കൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, അല്ലെ മക്കളുണ്ടായാലും നിങ്ങൾക്ക് ഭർത്താക്കന്മാരാവാൻ പറ്റത്തില്ല. നിങ്ങൾ മോവാബിലേക്ക് പൊക്കോളാൻ. സന്തോഷമായിട്ട് ഇവിടെ നിന്നില്ല, ഞാൻ പോവാന്ന്. അത് കേട്ടതും ആരാ? നമ്മുടെ ഓർപ്പ്. ഇതുവരെ അമ്മാവിയമ്മയ്ക്ക് ഒരു പ്രൈസലോട് കർത്തൃമേശം എടുത്തിട്ട് കൊടുക്കാത്തവൾ ഒരു ചുംബനവും കൊടുത്തിട്ട് ഒറ്റ ചാട്ടം, അമ്മച്ചി ഞാൻ പോവുകയെന്ന്. സ്വോത്രം. PT ഉഷയെക്കാളും നല്ല ഓട്ടം. മനസ്സിലാകുന്നവർക്കായി. ഈ ഓട്ടത്തിൽ ഓടിയവള കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോന്ന്. ലൂക്കോസ് 17 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ആ രാത്രിയിൽ 2 പേർ ഒരു വയലിൽ, 2 പേർ ഒരു തിരികല്ലിൽ, 2 പേർ ഒരു കടക്ക്. ഒരു തിരികല്ലിൽ പിടിച്ച 2 പെങ്കൊച്ചങ്ങളായിരുന്നു രൂത്തും ഓർപ്പയും. ഓർപ്പ മതിലയാടിപ്പോയി. രൂത്തിന് പിടികിട്ടി അമ്മച്ചിയുടെ കൂടെ നിന്നാ എനിക്ക് രക്ഷയുണ്ടത്. രൂത്ത് അമ്മച്ചിയെ നോക്കിയപ്പം അമ്മച്ചി നല്ലൊരു ന്യായപ്രമാണം കൊണ്ടുവന്നിട്ടുണ്ട് ബേദലഹേമിൽ നിന്ന്. ഞങ്ങളുടെ കണക്ക് വലിയ സാംസങ് മൊബൈലും സ്പ്രേയും സെൻറ്റും ഒന്നുമല്ല അമ്മച്ചി കൊണ്ടുവന്നത്, ന്യായപ്രമാണം. എന്നിട്ടെന്താ അമ്മച്ചി ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത? കൺവെൻഷൻ്റെ 2ാമത് രാത്രി അമ്മച്ചി എപ്പോഴും ഇത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബൈബിള് ശരിയായില്ലേ? സങ്കീർത്തനം നമ്മുടെ കയ്യിലില്ലേ? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആചരിക്കത്തെ നട്ടിരിക്കുന്നത് തക്ക സമയത്ത് ഫലം കായ്ക്കുന്നത് ഇല വാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെയും സാധിക്കും. രൂത്ത് ഒരു കാര്യം പറഞ്ഞു, അമ്മച്ചി ഞാനും വരുക. നമ്പർ 1 ഞാൻ അവിടെ സഭയിൽ ആരാധിക്കാൻ വരുക. നമ്പർ 2 നമ്പർ 3 അമ്മച്ചി ആരോട് പ്രൈസലോട് കൊടുക്കുന്ന അവർക്കെല്ലാം പ്രൈസലോട് കൊടുക്കും. കഷ്ടതയായാലും പട്ടിണിയായാലും ഞാൻ മോവാബിൽ നിന്ന് ചാടാൻ പോവുക. 5ാമത്തെ കാര്യം കൂടെ അവൾ പറഞ്ഞു, മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഈ സത്യദൈവത്തെ ഞാൻ ആരാധിക്കും. സ്വോത്രം. തമിഴ്നാട്ടിൽ പറയുന്ന പോലെ കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിച്ചിട്ടും ഒരു രക്ഷയില്ല. മനസ്സിലാകുന്നവർക്കായി. തീരുമാനമെടുക്കുമ്പോഴാണ് ദൈവം വിഷയം തരുന്നത്, വഴിയും തരുന്നത്. സ്വോത്രം. അന്ന് വരെ രൂത്തിൻ്റെ പാസ്പോർട്ട് ഒരു പരിപത്തിയിരുന്നതാണ്. ഇവൾ 5 കാര്യം പറഞ്ഞപ്പോൾ ഒരു വിസ കിട്ടി. നാടൻ ഭാഷയിൽ ആര്? മമ്മിയും ഇവളിവിടെ യാത്രയായി. എവിടെ? ബേദലഹേമിൽ. ഇപ്പോൾ വീടുമില്ല, കൂടുമില്ല, കാറുമില്ല. നെയ്യാറ്റിൻകര ഉദിയംകുളങ്ങര പരിശുവയ്ക്ക് വഴിവയ്ക്ക് കിടക്കുന്ന പോലെ കിടക്കുക. ഒരു ടെൻ്റ് അടിച്ച്. മനസ്സിലാകുന്നവർക്കായി. രൂത്തും ആരാന്നറിയാമോ? അമ്മച്ചിയും കൂടെ നവോമ്മയും കൂടെ. ഉടനെ നാട്ടുകാരിൽ തിരുവനന്തപുരക്കാർ വിടുവോ? പരിശുവയ്ക്കക്കാരും കൊച്ചാമക്കാരോട് പറഞ്ഞ് ഈ കിളവി ഭർത്താവിനെയും കൊണ്ട് അവിടെ പോയി 3 എണ്ണത്തിനെ തട്ടിയിട്ട് അവർ കറുത്ത പെണ്ണുമായിട്ട് വന്നു. സ്വോത്രം. ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറഞ്ഞാലും വേണ്ടിയാൽ, അല്ലേ തന്നെ സ്റ്റാൻഡേർഡ് നമുക്ക് കുറവാണ്. സ്വോത്രം. ഈ കിളവി ഇങ്ങനെ വന്നത് ആരും കേട്ടത്തുമില്ല. മനസ്സിലാകുന്നവർക്കായി. വീട്ടിനകത്ത് വളരെ പട്ടിണിയാണ്. 1ാം ദിവസം ടെൻറ്റിനകത്ത് കിടന്ന മമ്മി പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, മോളെ ദാണ്ട ബോവസിൻ്റെ വയലുണ്ട്, നീ പോയാൽ വല്ലതും കിട്ടും. അവൾ 1ാം ദിവസം പോയി. വയലിൻ്റെ കരയിരിക്കുക. യഹൂദന്മാർ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങരുത്, ഇറങ്ങിയാൽ നിന്നെ റെഡിയാക്കുമെന്ന് പറഞ്ഞു. ഉച്ച വരെ അവൾ കാത്തിരുന്നു. സ്വോത്രം. ഉച്ചയ്ക്ക് ഒരു നന്മണി കിട്ടി, വീട്ടിൽ കൊണ്ടുപോയി. നമ്മുടെ ആൾക്കാരെ കാണുന്ന സഭായോഗത്തിന് വന്ന് പാസ്റ്റർ ദൂത് പറഞ്ഞില്ലേ പറയും, പാസ്റ്ററിന് കൃപയില്ല, മങ്ങിപ്പോയി. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. സത്യദൈവ സഭയൊക്കെ ചെറിയ സഭ, വലിയ സഭയിലെ പാസ്റ്റർമാരാണ്. അമ്മമാരും അച്ചായം പറയും അടുത്ത സ്ഥലമാറ്റം പറഞ്ഞിട്ട് വണ്ടമേട്ടിലോട്ട് വണ്ടി കയറ്റാണ്. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. പാസ്റ്റർ ദൂത് പറഞ്ഞില്ല, അങ്ങനെ പറയുന്നത്. അതൊന്നും രൂത്തിനില്ല. 2ാം ദിവസം വീണ്ടും അവൾ വന്നു. യഹൂദൻ്റെ പണിക്കാർക്ക് മനസ്സലിവുണ്ടായി. അവളോട് പറഞ്ഞ് ആ ചങ്ങടി ഇങ്ങോട്ടതാ, ആ തൂവാലെ കുറച്ച് കൊണ്ടുപോകുഞ്ഞെന്ന് പറഞ്ഞ് ചങ്ങടിയായിട്ട് കൊടുത്തു. ശരി. 3ാം ദിവസം വന്നു. 3ാം ദിവസം അവളോട് പറഞ്ഞു ക്ഷാമം വരാൻ സാധ്യതയുണ്ട്. അവിടെ കൊറ്റാമത്തത് കുറച്ച് വള്ളിയും കൂടെ മേടിച്ചോ, കുറേ തലയെ കെട്ടിക്കോ, വീട്ടിൽ കൊണ്ടു അടിച്ചു പൊടിച്ച് ഇവിടെ ഇട്ടേക്കണം, 10,000 ഇട്ടേക്കണം. നമ്പർ 3 ദൈവസന്ധി വന്നാൽ
ഒന്നാം ദിവസം വീട്, രണ്ടാം ദിവസം കാറ്, മൂന്നാം ദിവസം തെക്കേ അമേരിക്കൊന്നും ബൈബിളിലില്ല. സ്വോത്രം. മൂന്നാം ദിവസം, നാലാം ദിവസം വന്ന പറഞ്ഞു, ഇത്രയും ദിവസം നീ കരയ്ക്കിരുന്നില്ലയോ, ആവശ്യത്തിന് ഇറങ്ങി പറക്കി കൊടുത്തോളാം. ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. നല്ല അരുമയാനൊരു പാടലുണ്ട്, കാൽമതിക്കും ദേശമെല്ലാം കർത്തൻ എനിക്ക് സ്വന്തമാക്കും. സ്വോത്രം. പ്രാർത്ഥിക്കുന്നവൻ വയലിൻ്റെ കരയ്ക്കകത്തിരുന്ന് കണ്ണുനീരൊഴിച്ചാൽ അവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് വയലിനകത്ത് ഇറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി. അഞ്ചാം ദിവസം എലിമലേക്കൻ്റെ ബന്ധത്തിൽ നിന്ന് ബോവസ് വന്നു. ബോവസ് വന്നിട്ട് ചോദിച്ച്, ഇതാരാ ഇങ്ങനെ ബന്ധമൊക്കെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് വീടുണ്ടോ, 4 സെൻറ്റ് ഉണ്ടോ, വല്ല ലൈഫ് മിഷന് വല്ല വീടും കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും അമ്മച്ചും കൂടെ താണ്ട് ഉദയങ്ങളൊക്കെ റോഡ് സൈഡിൽ കിടക്കുക. അപ്പോൾ ചോദിച്ചു, ആധാറുണ്ടോ, ഫോട്ടോ ഉണ്ടോ? അവൾ പറഞ്ഞു, കൊച്ചിനൊക്കെ ഹിന്ദിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ന് വയലിൽ നിന്ന് പോകുമ്പോൾ നീ നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 ഫോട്ടോ എടുത്തോണം, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. എന്താ? 6-ാം ദിവസം ഒരു ചില്ലിക്കാശില്ലാത്ത രൂത്തിന് ബോവസിൻ്റെ വയൽ സ്വർഗത്തിലെ ദൈവം കൊടുത്തു, മനസ്സിലാകുന്നവർക്കായി. ഇതാ കൺവെൻഷൻ കൂട്ടത്തിൻ്റെ അനുഗ്രഹം. അമ്മമ്മ 40 ലക്ഷം കയ്യിലുണ്ടായാലും നിനക്കൊരു വീട് വെക്കാൻ പറ്റത്തില്ല. സ്വോത്രം. സന്തോഷമില്ലല്ലോ. 15 ലക്ഷം കൈ കടന്നാലും മോളെ കെട്ടിക്കാനും പറ്റത്തില്ല. പക്ഷെ നിന്റെ ഓട്ടസഞ്ചിയിൽ ദൈവകൃപ ഇറങ്ങിയാൽ ഒരു തുട്ടുമില്ലാത്തടത്ത് നിനക്ക് വഴികളെ തുറക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. 7-ാം ദിവസം 1000 ആണ്ട് ശാപത്തെ അനുഗ്രഹമാക്കി. 1000 ആണ്ട് ശാപത്തിൽ കടന്ന് അവളോട് ആര് മണവാട്ടിയാക്കി? ബോവസ് രൂത്തിനെ മണവാട്ടിയാക്കി. ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. 1 നന്മണി, 2 ചങ്ങഴി, 3 കറ്റ, 4 വയൽ, 5 ബോവസ്, 6 വയൽ അവളുടെ കയ്യിൽ. 7-ാം ദിവസം 1000 ആണ്ട് ശാപത്തിൽ കടന്നവളുടെ ശാപത്തെ മാറ്റുവാൻ ബോവസ് രൂത്തിന് വിവാഹം കഴിച്ചു. ഇന്ന് രാത്രി അതുകൊണ്ട് പറയണം, കൺവെൻഷൻ കൂട്ടത്തിൽ ദർശനത്തിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. അത് പരിസമാപ്തിയിലേക്ക് വരും. അച്ചായ അമ്മമ്മ ഈ രാത്രി പറ, ഹബക്കൂക്കിനോട് ചേർന്ന് അത്തിവൃക്ഷം തളുക്കയില്ല, മുന്തിരിയിൽ ഫലം കാണുകയില്ല, ഗോശാലകളിൽ പശു കാണുകയില്ല, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത്. ദൈവം ആരാ എന്ന് കേട്ടോണം. പിന്നെ ബോവസിനും രൂത്തിനും ഒരു സന്തതി ഉണ്ടായി, ഒബേദ്. ഒബേദിൻ്റെ സന്തതിയായി ഇശ്യായി. ഇശ്യായുടെ കുറ്റിയിൽ നിന്ന് ദാവീദ്. ദാവീദിൻ്റെ സന്തതിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ഇന്ന് രാത്രി ആ കറുത്ത അമ്മച്ചി നമ്മുടെ സത്യദൈവ സഭയുടെ കൺവെൻഷൻ കൊണ്ടുപോയിക്കണം. അമ്മച്ചിയുടെ കുടുംബത്തിൽ യേശു ജനിക്കാൻ എങ്ങനെ കാരണമായി? അമ്മച്ചി പറയും, ആ വല്യമ്മയുടെ പുറയിൽ ന്യായപ്രമാണം എടുത്തത് കൊണ്ട് എൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാൽ നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുക. ഇന്ന് രാത്രി നിന്റെ കയ്യിലിരിക്കുന്ന വചനത്തിന് കഴിയും. നിനക്ക് നന്മകളെ കൊണ്ടു തരുക ഈ വചനത്തിന് കഴിയും. നിന്റെ കുടുംബത്തിനകത്ത് വിവാഹം കൊണ്ട് തരുക ഈ വചനത്തിന് കഴിയും. നിനക്ക് തലമുറകളെ തരുക ഈ വചനത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി പറഞ്ഞ എൻ്റെ കണ്ണുനീരിന് മറുപടി തരുന്ന ദൈവം, എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം. രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല, മലയെ തന്നെ നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, എൻ്റെ ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. എൻ്റെ പരാജയം കാണുവാൻ എൻ്റെ കൂട്ടുകാരികൾ കാത്തിരിക്കും. എൻ്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ മന്ത്രവാദി കാത്തിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ മാനസിക രോഗികളായി കിടക്കുന്നത് കാണാൻ ദൂതപിശാചി കാത്തിരിക്കും. എന്നാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാ ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് നിന്റെ തലമുറകളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ രൂത്തിനെ ഉയർത്തിയത് പോലെ ഇന്ന് രാത്രി നിന്നെ ഉയർത്തുവാ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. ലോർഡ് ജീസസ്, താങ്ക് യു. ഇന്ന് രാത്രി എത്ര ദിവസം പ്രോമിസ് എന്നാ പ്രസംഗിച്ചാൽ തീരത്തില്ല. എന്താ ചെയ്തെന്നറിയാമോ? അവസാനം യോഹന്നാനെ നാട് കടത്തുന്നു. ഗ്രീസ് അതിൻ്റെ തലസ്ഥാനം ഏതൻസ്, അതിനോടനുബന്ധിച്ച് 60 മൈൽ നദി ഒഴുകുന്നു. തേംസ് 16 കിലോമീറ്ററിൽ 10 വീതിയിൽ. പൂവാറിൽ ഐലൻഡ് കിട്ടുന്ന പോലെ പത്മോസ് 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. വയോധികനായ യോഹന്നാനെ അവിടെ നാട് കടത്തി. 5 കാഴ്ചകൾ: ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥിക്കഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം. അപ്പച്ചൻ അവിടെ യാനത്തിൽ നിന്ന് തള്ളിയിട്ട് കണ്ട കാഴ്ച പാറക്കൂട്ടം. 90 വയസ്സ് കഴിഞ്ഞ് ഒരു കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന മനുഷ്യൻ. അപ്പച്ചൻ വിചാരിച്ച് ഞാനിവിടെ അസ്തമിച്ചു പോകും. സഹോദര സഹോദരി, പഠിക്കുന്ന മോനെ മോളെ ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി
എന്ന് നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിറങ്ങുമോ, സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരു കഴുകന് കഴിയത്തില്ല, ഒരു പരുന്തിന് കഴിയത്തില്ല, പാറക്കൂട്ടത്തിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവൻ എവിടെ മുട്ടുമടക്കിയാലും അവന് വേണ്ടി സ്വർഗത്തിന്റെ കോപണികളെ ഇറക്കി തരുവാൻ യോഹന്നാന്റെ കണ്ണുനീരിനകത്ത് ദൈവകരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയണം, എൻ്റെ കണ്ണുനീര് കണ്ട ആലയത്തിനകത്ത് ഇന്ന് രാത്രി മനസ്സലിവ് കാണിച്ച് എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി മറുപടി തരുവാൻ അടകാ രഗത ബൗഡ രീഗ ശബ്ദ രാധ നാളുകളായി മരത്തിനകത്ത് ചുറ്റുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ ഇട്ടുകൊണ്ട് നിന്നെ തകർത്ത് കളയുമെന്ന് ദുഷ്ടപിശാച് നിനക്കെതിരെ പദ്ധതി വെച്ചെങ്കിൽ നിന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ഈ ചർച്ചിനകത്ത് നീ എഴുന്നേൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്ന് രാത്രി സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. എന്നാൽ ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഞാൻ ആരാധിക്കുന്നുവെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ബന്ധനങ്ങളെ ഇന്ന് രാത്രി മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസന നിന്നെ തകർക്കുക, കുടുംബത്തെ തകർക്കുക. ഇത്തിൽ കണ്ണി പോലെ അടകാ രഗത പല ദിവസങ്ങളായി പ്രതികൂലങ്ങൾ തകർത്തുകൊണ്ട് മുന്നോട്ടുള്ള പന്താവുകൾക്ക് നിനക്കെതിരെ തടഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി പാർസി രാജവംശം തടഞ്ഞു വെച്ചു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി അത് വെട്ടിമാറ്റി തന്റെ പ്രിയ പുരുഷന്റെ മറുപടി കരങ്ങളിൽ കൊടുത്തതുപോലെ പ്രാർത്ഥിക്കുന്ന സഹോദരി, മുട്ടുമടക്കുന്ന ദാസ, ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ മറുപടി ഏതൊക്കെ മണ്ഡലം തകർന്നു വെച്ചാലും അതിന്റെ നടുവിൽ നിനക്ക് പൊന്നുപോലെ മറുപടി തരുക. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് മറുപടി കൊടുത്ത കർത്താവ് ഈ രാത്രി എന്നെ കാക്കും. ലോർഡ് ജീസസ്, നിന്റെ പരാജയം കാണാൻ നാട്ടുകാർ കാക്കും, നിന്റെ തകർച്ച കാണാൻ ദുഷ്ടപിശാച് കാത്തിരിക്കും. അതിൻ്റെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്വർഗം തുറക്കുന്നു, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഴുപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാദം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി, ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശം. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വെളിപ്പാട്. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രയേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വത്ത്, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 നാളെ പ്രസംഗിക്കും കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണ, 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഹദിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 അന്തിമ യുദ്ധം, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ അനീതി ചെയ്യട്ടെ. അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ കരയട്ടെ, സഭയിലെ വിശുദ്ധന്മാർ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി അധ്യായം 1, 2, 3 വിട്ടുകള തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, ആസിയയിലെ 7 സഭ. സഭ എടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക. ബൈബിൾ ഇന്നലെ ഞാൻ പറഞ്ഞു 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം. ശ്രദ്ധയോടെ, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അതിന് മുമ്പത്തെ യുഗമാ അനാദി നിത്യതയിൽ ദൈവം 3 കൂട്ടരെയാ. 1 സ്വർഗത്തിൻ്റെ പോസ്റ്റ് ഓഫീസ്, അതാ ഗബ്രിയേൽ മാലാഖ. 2 സ്വർഗത്തിൻ്റെ കമാൻഡർ മീഖായേൽ. 3 സ്വർഗത്തിൻ്റെ ആരാധന തലവനുണ്ടായിരുന്നു, അവൻ്റെ പേരാ ലൂസിഫർ. ആ ലൂസി പ്രകാശം, ഫർ രശ്മി, ഗ്രീക്ക് മൂലഭാഷ. ലൂസിഫർ താഴേക്ക് വീണുപോയി, അവൻ മറുതലിച്ചു, ഞാൻ ആ മേളിലോട്ട് കയറും, നിന്റെ സിംഹാസനത്തിലിരിക്കും. യെശയ്യാ 14 അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണത് എങ്ങനെ? അതാ അവൻ വെട്ടേറ്റ് വീണു. അത് കണ്ടാ നമ്മൾ ചർച്ചിലൊരു പാട്ട് പാടും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. പത്രോസ്ലിഹ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്ധതമസ്സിനകത്താക്കി ന്യായം വിധിച്ചു. ദൂതൻ കഴിയുമ്പോൾ നിൽക്കൽമഷയുഗം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ, ഏദനിൽ നിന്ന് മനുഷ്യനെ അടക്കി വാഴുക, പെറ്റുവരിക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. പക്ഷെ തോട്ടത്തിൻ്റെ നടുവിൽ നന്മയും തിന്മയുടെ ഒരു ഫലമുണ്ടായിരുന്നു. പിന്നെ ആദമിനോട് പിശാച് പല പ്രാവശ്യം വാട്സപ്പൊക്കെ അടിച്ചു, വീട് തരാം, കാറ് തരാം, 32 ലക്ഷത്തിൻ്റെ കിയാ കാർണിവൽ തരാം.
ദൈവത്തിൻ്റെ കര ഉച്ചോട്ട് ഉള്ളംകാൽ വരെ കൊണ്ട് ആദം വീണില്ല. ആദം പനച്ചു മൂടി ചന്തയിൽ പോയത് എങ്ങനെയോ ഈ പിശാച് അറിഞ്ഞു. സ്വോത്രം. അവയുടെ വാട്സപ്പ് നമ്പർ സർപ്പത്തിൻ്റെ കിട്ടി, അടിയോട് അടിയും കൊടുത്തു. സ്വോത്രം. സർപ്പം ഭയങ്കര ബുദ്ധിയുള്ളതായിരുന്നു. അമ്മമ്മയോട് പറഞ്ഞു മുഴുവൻ ആപ്പിളും തിന്നരുത്, പകുതി ഫ്രിഡ്ജിലും വെച്ചേക്കണം, മനസ്സിലാകുന്നവർക്കായി. അച്ഛൻ വരുമ്പോൾ കഴിക്കാനായിട്ട്. അവർ രണ്ടുപേരും കഴിച്ച് സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. നിൽക്കൽ മഷയുഗം. ആദമേ നീ എവിടെ? രക്ഷയുടെ വസ്ത്രം പോയി. 3 ആ മനസ്സാക്ഷി യുഗം. 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ. കായീൻ ഹാബേൽ. നിലത്തെ ആരാധനയിൽ ആരൊക്കെയാ? കായീൻ ഹാബേൽ. ആദ്യത്തെ യുദ്ധം ഇറാഖും കുവൈറ്റും അല്ല, കായീനും ഹാബേലും. സ്വന്തം സഹോദരനെ കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. എന്തിനു വേണ്ടി? ആരാധന. കായീൻ കൊണ്ടുവന്ന നല്ല വിഭവങ്ങളാണ്. മേൽത്തരമായ ചേന, കാച്ചിൽ, മരച്ചീനി. ഏതോ സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു എലി കടിച്ച കാച്ചിലാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒന്നും ബൈബിളിലില്ല. സ്വോത്രം. നല്ല വിഭവങ്ങളാണ് കൊണ്ടുവന്നത്. പക്ഷേ ഹാബേൽ ഒന്നേ കൊണ്ടുവന്നോള്. എന്താണെന്നറിയാമോ? ഒരു കുഞ്ഞാടിനെ ദൈവസന്നിധി കൊണ്ടുവന്ന്. കുഞ്ഞാട് സഭയെ വന്ന് ഇന്ന് നമ്മുടെ പെന്തിക്കോസുകാരാണൊക്കെ കൈയടിക്കാതെ വെറ്റിലയിൽ ഞാൻ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുകയല്ല, മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ പെന്തിക്കോസ് ഇഷ്ടം പോലെ ബ്രദറുകാർ കയറിയതിനായി നന്ദിയോടെ സ്വോത്രം. മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞോള്. കുഞ്ഞാട് തുള്ളിച്ചാടി ആരാധിച്ചു. ആ ആരാധന സ്വർഗം പ്രസാദിച്ചു. അവസ്ഥയിലല്ല വ്യവസ്ഥയിൽ. കായീൻ ഹാബേലിനെ കൊന്നു. ക്യാമറ ഇറങ്ങി. കായീനോട് ചോദിച്ചു നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? കായീൻ പറഞ്ഞു ഞാൻ അവൻ്റെ കാവൽക്കാരനാണ്. അന്നാ മനുഷ്യൻ്റെ ആയുസ് വെട്ടിയ ഭാഷയെ സ്വോത്ര. നിൽക്കൽ മഷയുഗം. അത് കഴിഞ്ഞ് മനസാക്ഷി യുഗം. ഇതാ ചേട്ടനനിയൻ. അടുത്ത ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ മോശെ ദൈവം. 750 പ്രമാണം, 10 കൽപ്പന. എന്തിനെ ആരാധിക്കണം, എന്തിനെ കുടിക്കണം, ആ കൽപ്പലക വലിച്ചെറിഞ്ഞു. ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനം ഒരുവൻ വന്നു. അവൻ്റെ പേരാ സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ യാത്ര തുടങ്ങുന്നു. സങ്കലന യുഗം. ബൈബിളിൽ മിനി ബൈബിൾ. 66 പുസ്തകങ്ങളാണ് ബൈബിൾ. ബൈബിളിൽ ഒരു മിനി ബൈബിൾ ഉണ്ട്. 39ാമത്തെ പുസ്തകമായ യെശയ്യാ പ്രവചനം. 66 അധ്യായം, 39 നിഴൽ, 40 പൊരുൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറയുന്നു സർപ്പസന്തതികളെ വരുവാനുള്ള കോപ ദിവസത്തിൽ വിട്ടൊഴിഞ്ഞ് ദുർഘടപാതകൾ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. യോഹന്നാൻ എന്തോ പ്രസംഗിച്ച് ഭാഷന്മാരെല്ലാം കേട്ടാട്ട് സർപ്പസന്തതികളെന്ന്. സ്വോത്രം. നമ്മളിന്ന് മക്കളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് ഒരെണ്ണം വരുന്നില്ല. സ്വോത്രം. സർപ്പസന്തതികളെ വിളിച്ച കസേരയും കൂടെ കൊണ്ടുപോകും അവർ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ആ സങ്കലന യുഗത്തിൻ്റെ അവസാനത്തിൽ യോഹന്നാൻ്റെ തല താലത്തിൽ അറുക്കപ്പെടുമെന്ന് സ്വർഗത്തിനറിയാം. അതുകൊണ്ട് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ 30ാമത്തെ വയസ്സിൽ സ്നാനം, 33 തിരുവയസ്സിൽ കാൽവറിയിൽ പരമയാഗം, 3 ദിവസം കല്ലറയിൽ, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ പാർത്തു, 40-ാം ദിവസം ഒലിവുമലയുടെ നെറുകെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. ഒരു മേഘം താഴേക്ക് വന്നു, അവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടു. സങ്കലന യുഗം. 6 നമ്മുടെ യുഗം, കൃപായുഗം. പെന്തിക്കോസ് പെരുന്നാൾ. അതിൻ്റെ അർത്ഥം 107 വിശ്വാസ സമൂഹം. യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി, 12 ശിഷ്യന്മാർ, യൂദായ്ക്ക് പകരം മക്കാറിയോസ്. അവർ യോബേലിൻ്റെ പ്രവചന പ്രകാരം സെഗിയോൻ മാളിക മുറിയിലിരിക്കുന്നു. അന്ന് യോബേലിൻ്റെ പ്രവചന അപ്പോസ്തല പ്രവൃത്തി 2. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ യുഗത്തിൻ്റെ പേരാ കൃപായുഗം. കൃപായുഗം തീരാറായി. ഇത് കേട്ടിട്ട് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നും പറഞ്ഞിട്ട് പുത്തരിക്കണ്ടത്തും കാട്ടാക്കടയും കുറേ വാലിബന്മാർ ചാടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന് കാള ഓടുന്നത് പോലെ. അതൊന്നുമല്ല ബൈബിള്. സ്വോത്രം. എല്ലാം നിങ്ങളെ തെറ്റിക്കുന്നത്. യവന്മാരുടെ കൂടങ്ങും പോയരുത്. ഇപ്പോൾ ഓരോന്ന് വീണുകൊണ്ടിരിക്കുക വാലിബന്മാർ. സ്വോത്രം. കൃപായുഗം തുടങ്ങിയത് പുത്തരിക്കണ്ടത്തുമല്ല, കാട്ടാക്കടയല്ല, കോട്ടാരക്കരയല്ല, കോട്ടയത്തുമല്ല, ഇരുമ്പനിയൂരിലുമല്ല. കൃപായുഗം തുടങ്ങിയത് പെന്തക്കോസ് പെരുന്നാളിൽ 120 പേർ സെഗിയോൻ മാളിക മുറിയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച സഭയുടെ പേരാ ദൈവസഭ. മനസ്സിലാക്കണം. ആ സത്യ ദൈവസഭയെ ചേർക്കാനാ യേശു വരുന്നത്. പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 എണ്ണത്തിന് കൂത്ത് കിട്ടി. അവർ ചോദിച്ചു എന്തോ ചെയ്യണം അച്ചായ? പത്രോസ് ഉപദേശിച്ച് പറഞ്ഞു ഓരോരുത്തരും താൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേറ്റ് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന് വചനപ്രകാരം തിരുമേശയിൽ പങ്കാളിയായി പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ദൈവസഭയോട് ചേര്. നമ്മെ ചേർക്കാൻ കാന്തൻ വരും. കൃപായുഗത്തിൽ 3 സംഭവം. ഒന്നാമത്തെ സംഭവം ദൈവസഭ. ഏതാ ദൈവസഭ? പെന്തിക്കോസ് അല്ല, മാർത്തോമേല, CSA അല്ല, ഡിനോമിനേഷൻ. വചനപ്രകാരം രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, തിരുമേശ. അവർ അതിനാസ്പദമായി 3 കാര്യം പറഞ്ഞു. വചനത്തിലേക്ക് കിടക്കാം, കമ്പ്യൂട്ടറിലേക്കാണ് പോകുന്നത്. ഇന്ന് സഭ എടുക്കപ്പെടുമെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ട് അമേരിക്കയെ നോക്കിയാൽ മതി. അമേരിക്ക ചില കാറിനകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കറിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഐ ആം എ ജീസസ് ബിലീവർ. ചില കാറിൽ അതിൻ്റെ അർത്ഥം കയറാൻ വരുന്ന പാസഞ്ചർ
ഓർക്കണം, ഈ ഡ്രൈവർ രക്ഷിക്കപ്പെട്ടവനാ. പോകുന്ന വഴി കാക്കളം ധ്വനിച്ചാൽ ഇവൻ ഡോറ് തുറന്നു പോകും. എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. മനസ്സിലാകുന്നവർക്കായി. ഡ്രൈവർക്ക് അത് പറയാൻ വയ്യാത്തതുകൊണ്ട് ചില കാർ ജീസസ് ബിലീവർ. നിങ്ങൾ ഇന്ന് നെയ്യാറ്റിൻകര, ബാലരാമപുരം, നേമം, അത് കഴിഞ്ഞ് പാറശാല, ഇരണിയൽ, കുഴിത്തറ. പണ്ട് സാധാരണ ഡീസൽ ട്രെയിനായിരുന്നു. ഒരു ലോക്കോ പൈലറ്റും 9 കമ്പാർട്ട്മെൻറ്റുമായിട്ടായിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ. കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, അങ്ങനെ പൊക്കോണ്ടിരുന്നു. ഒരു ലോക്കോയും ഒരു ഡീസൽ എഞ്ചിനും കരിപ്പുകയായിട്ട് എല്ലാം മാറി. ഇപ്പോൾ ഡബിൾ ലൈനും വരുന്ന ട്രാഫിക് ലൈൻ. ഇപ്പോൾ തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചറിന് 12 കമ്പാർട്ട്മെൻറ്റ്, 2 ലോക്കോ ഫ്രണ്ടിൽ. ഒരു ലോക്കോ ആയിട്ട് ചെക്കണം. സാർ ഒറ്റയ്ക്ക് നാഗർകോവിൽ വരെ പോയിട്ട് വരെ. അപ്പോൾ പറയും എനിക്കറിയത്തില്ല റെയിൽവേക്കാർ. അതിൻ്റെ അർത്ഥം പാറശാലയിൽ നിന്ന് കുഴിത്തറ തക്കല വഴി ആറ്റിൻ്റെ മേളിൽ കൂടെ കയറി പോകുമ്പോൾ ഇവൻ ഗുണപ്പെട്ടവനാന്ന് കാകളം കേട്ടാൽ പോവും. 12 കമ്പാർട്ട്മെൻറ്റ് പറവും വീണോലെ വീഴും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അടുത്തുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോകണം. ശംഖുമുഖത്തും ചാക്കെ അനന്തപുരിയുടെ മേളിൽ കയറിയാൽ 60-80 വിമാനങ്ങളപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡിലെ കണക്ക് നിരത്തിയിട്ടേക്കാം. പ്ലെയിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട്, 2 കിളി അതിനകത്തിരിക്കും. പൊന്തമ്മാവെ ഇരിക്കുന്ന കിളിയെ നീലാഞ്ചന പൈങ്കിളിയല്ല സ്വോത്രം, 2 പൈലറ്റുമാർ സ്വോത്രം. തിരുവനന്തപുരത്ത് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറത്തുന്ന ഒരു പെൺകുട്ടി സ്ഥിരം എൻ്റെ പ്രസംഗം കേൾക്കുന്നതാണ്. ഈ അടുത്ത സമയത്ത് ഊരൂട്ടമ്പലത്തിന് മുക്കുന്നിമലയെ പ്രസംഗിച്ചപ്പോൾ ഒരു കുടുംബമായിട്ട് പ്രസംഗം കേൾക്കാൻ വന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് പ്രസംഗം കേൾക്കാൻ വരുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. അവർക്ക് ഒരു അവധി കിട്ടിയപ്പോൾ അവർ ഹല്ലേലൂയായിട്ട് സ്തുതിക്കാൻ വന്നു സ്വോത്രം. ഞാൻ ഭയങ്കര വിദ്യാഭ്യാസം. അപ്പം ഞാൻ ആ സൗകര്യോട് ചോദിച്ചു, സാർ എവിടെ ഓടിക്കുന്നത്? ഇപ്പം ട്രിപ്പ് ഏതാ? അപ്പം പറഞ്ഞു പാസ്റ്റർ 2 ട്രിപ്പ്, ഒന്ന് തിരുവനന്തപുരം ദുബായും, ഒന്ന് തിരുവനന്തപുരം മസ്കറ്റും. ഒരു ദിവസം ദുബായ് ആണെങ്കിൽ ഒരു ദിവസം മസ്കറ്റ്. ഞാൻ ചോദിച്ചു എത്ര സമയം വേണം? ദുബായ്ക്കാന്നേ 3 മണിക്കൂർ 55, മസ്കറ്റിനാന്നേ 3:45. അപ്പം ഞാൻ ചോദിച്ചു സാർ ഒറ്റയ്ക്ക് പറപ്പിക്കോ കൂടെ ഒരാൾ കൂടെ ഉണ്ടോ? പാസ്റ്ററിന് അറിയത്തില്ലയോ കൂടെ ഒരാൾ? അപ്പോൾ എന്നോട് പറയാം കടലിൻ്റെ മേളിൽ കൂടെ ഞാൻ പറത്തിക്കൊണ്ടിരിക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടത് കാകളം കേട്ടാൽ ഡോറ് തുറന്ന് ഞാനങ്ങ് പോവും. അപ്പോൾ സ്റ്റിയറിങ് പിടിക്കാൻ ആൾ വേണ്ടേ? അതിനാ ഒരാളെ കൂടെ കോക്ക്പിറ്റ് ഇരുത്തിയേക്കുന്നു. ഇവിടെ നമുക്ക് കൊയ്ത്തും കഴിഞ്ഞ് പലശേഖരവും കഴിഞ്ഞു. സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി അമേരിക്ക സ്റ്റിക്കറായി, നാഗർകോവിൽ പാസഞ്ചർ 2 പൈലറ്റായി, തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് ഓടിക്കുന്ന പ്ലെയിനിലല്ല ഈ 2. ആ ശാസ്ത്രലോകത്തിന് മുഴുവൻ അറിയാം എന്ത് സംഭവിക്കുമെന്ന്. കൊയ്ത്തും കഴിഞ്ഞ് പലശേഖരവും കഴിഞ്ഞ് നാമോ രക്ഷിക്കപ്പെട്ടില്ല. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ 1 ദൈവസഭ, 2 ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഒരുവൻ ലോകത്തെ ഭരിക്കും. ഇന്നലെ അവൻ നിയമത്തെപ്പറ്റി ഒരുവൻ എങ്ങനെ ലോകത്തെ ഭരിക്കും. അതിനാസ്പദമായി 5 നേതാക്കളും ഒരു ചെറുപ്പക്കാരനും ഒരുമിക്കുന്നു. വായിക്കാം. വെളിപ്പാട് പുസ്തകം 13, 11, 12 വാക്യങ്ങൾ. വെളിപ്പാട് 13, 11, 12 വാക്യങ്ങൾ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ശ്രദ്ധിച്ചാട്ടെ. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. 1 മതം, 2 രാഷ്ട്രീയം. ഇന്ന് നമ്മുടെ മലയൻ കൺവെൻഷൻ നടക്കുമ്പോൾ 4 ഭരണാധികാരികൾ ഒന്നിക്കുന്നു. 1 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രം. അതിൻ്റെ കൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 145 കോടി ജനം, ഡെമോക്രസി. 3 ഇസ്രയേൽ, ഏറ്റവും വലിയ ടെക്നോളജി, ബെഞ്ചമിൻ നെതന്യാഹു. കൂടെ 4 എണ്ണ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന സൗദി അറേബ്യ, ഇവരുടെ കൂടെ. അതുകൊണ്ട് ആ സൗദി അറേബ്യ പറഞ്ഞ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു ബോർഡ് പോലും ഇവിടെ കാണരുതെന്ന് സ്വോത്രം. 5 ഇന്ന് റിലയൻസ് ജിയോയും എയർടെല്ലും കൊണ്ടുവന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ പേര് എലോൺ മസ്ക്. അവനും ഇവരുടെ കൂടെ ഒരുമിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരിടത്ത് മതം, ഒരിടത്ത് രാഷ്ട്രീയം. എങ്ങനെ അവർ ഉലകത്തെ ഭരിക്കും? ഒരിക്കൽ കൂടി വരുന്നു ഏക ലോക ഭരണം. ലോകം ഒരുവൻ്റെ കയ്യിൽ. ഒരുവൻ ലോകത്തെ ഭരിക്കണമെങ്കിൽ ഇനി എല്ലാം സയൻസിലേക്കാ. ലോകം 850 കോടി, 7 ഭൂഖണ്ഡമാ ലോകത്തിൽ. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 രാജ്യങ്ങൾ, 6000 ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ. ഇവരെയെല്ലാം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു വല വരണം. ഏത് വല? മലയത്തെ സൂസമ്മ കിടത്തിയിടുന്ന നെറ്റ് വലയാന്നോ? അല്ല. അതിനാസ്പദമായി ഒരു വല ഇവിടെ വന്നു. അതിൻ്റെ പേര് ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി എല്ലാത്തിനെയും ഒരു വലയിൽ കൊണ്ടുപോകാൻ അടിക്കുന്നു. www വേൾഡ് വൈഡ് വെബ്സൈറ്റ്.
ഇന്ന് രാത്രി ഞാൻ ഈ മലയൻ ദൈവസഭയെ പ്രസംഗിക്കുന്നത് കയറും വേണ്ട വയറും വേണ്ട, ഫേസ്ബുക്ക് കൊടുത്താൽ മതി, അമേരിക്കയിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് കാണാം, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താൽ ഈ തത്സമയം കാണാം, നിങ്ങളുടെ മൊബൈൽ കാണാം. അങ്ങനെയെങ്കിൽ ഏതടിക്കണമെങ്കിൽ www നിങ്ങളുടെ വീട്ടിനകത്ത് വരുന്ന മനോരമ പത്രം, ആറ്റിൻകര ജുവലറി www ആറ്റിൻകര, അത് കഴിഞ്ഞിട്ട് മയൂരി ഫർണിച്ചർ വിസിറ്റ് ചെയ്യുക www.mayuri.com, അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകരയിലെ വിസ്മയ റെസ്റ്റോറൻറ്റ് www വിസ്മയ, അതിൻ്റെ വേൾഡ് വൈഡ് വെബ്സൈറ്റ് ഒരുവൻ ലോകം ഭരിക്കണം. അങ്ങനെയെങ്കിൽ www ശ്രദ്ധയോടെ വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ഇസ്രയേലിൻ്റെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നമ്മുടെ 23-ാമത്തെ അക്ഷരം W, ഇസ്രയേലിൻ്റെ അക്ഷരം വരുന്നതാ 23-ാമത്തെ അക്ഷരമാ W. അങ്ങനെയെങ്കിൽ യഹൂദൻ ഒരക്ഷരത്തിന് 6ന്റെ വിലയാണ്. നമ്മളെ 1, B2, C3, D4, E5, F6. പക്ഷേ യഹൂദൻ്റെ വില A6, B12, C18, D24, F30. യഹൂദൻ്റെ 6ാമത്തെ അക്ഷരമാ www. നാളെ അത് തന്നെ നിങ്ങളോട് പറയാം. 666, നാളെ 666 പോകുന്ന ഇത് തന്നെ 6ാമത്തെ അക്ഷരം. നിങ്ങളുടെ ബൈബിളിൽ 119-ാമത്തെ സങ്കീർത്തനമുണ്ട്. അതിനകത്ത് ഓരോ പാരഗ്രാഫിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് ആലേഫ്, ദാലത്ത്, ജിമേൽ, 6ന്റെ മേളിൽ എഴുതിയിട്ടുണ്ട് വാവ്, യൂത് ഹേ, വൗ ഹേ. ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ വരുന്നു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ സമ 666, COMPUTER. സിയുടെ വില 18, ഓരോന്നിൻ്റെ 6ന്റെ വില കൊടുത്താൽ കിട്ടും. C18, O90, M78, P96, U126, T120, E30, R108 സമം കമ്പ്യൂട്ടർ സമ 666. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പെരുമഴ 1G ആയി, 2G ആയി, 3G ആയി, 4G ആയി. കമ്പ്യൂട്ടർ എങ്ങനെ കാര്യം നിയന്ത്രിക്കും? എല്ലാവരും കേട്ടാട്ടെ. നമ്പർ 1, ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന കൺവെൻഷൻ www മലയം ദൈവസഭയെ നടിച്ച് അതിൻ്റെ ഇത് കൊടുത്താൽ ലോകത്തെവിടെയും ലൈവ് കിട്ടും, ഒരു ക്യാമറ വെച്ചെടുത്താൽ. 2, നമ്മുടെ മലയങ്കീഴിൽ അച്ചായൻ ന്യൂയോർക്കിൽ ഇരിക്കുക, കുടുംബമായി വീടുണ്ട്, പൂട്ടിയിട്ടേക്കുക. ബാബുക്കുട്ടി ബ്രദറിനെ താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ട്. രാവിലെ 7:30 ബാബുക്കുട്ടി ബ്രദർ വീട്ടിൽ വന്നപ്പോൾ അച്ചായൻ ക്യാമറ വഴി കണ്ടു. ബാബുക്കുട്ടി ബ്രദർ പറഞ്ഞത് ഉടനെ വാട്സപ്പ് വഴി ഫോൺ ചെയ്തു, ബാബുക്കുട്ടി നീ കറണ്ട് ബില്ലെടുക്കാനോ വെള്ളം ബില്ലെടുക്കാനോ വന്നേന്ന്. വീട് മലയങ്കീഴ്, അച്ചായിരിക്കുന്ന ന്യൂയോർക്ക്, വഴിയാധാരമായ ക്യാമറ, വാട്സപ്പ് വഴി ഫോൺ. ലോകം ഒരുവൻ്റെ കയ്യിൽ. 2, മൂന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ സംസാരിക്കരുത്. ദാണ്ട് ഇവിടെ ഒരു മോൻ, അവന് 16 വയസ്സുണ്ട്. അവനിപ്പോൾ ചെന്നൈ പോയി ക്രിക്കറ്റ് കളി കാണണം. സ്വോത്രം. മമ്മിയുടെ പൈസയില്ല. ഇവൻ കിണറ്റിൻ്റെ മേളിലായിരിക്കും. നമ്മുടെ പിള്ളേരിൽ എപ്പോൾ ചാടുമെന്ന് നോക്കിയാൽ മതി. അവസാനം മമ്മി കാട്ടാക്കട പോയി 1000 രൂപയ്ക്ക് ഒരു മൊബൈൽ 300 രൂപയ്ക്ക് ഐഡിയ ചാർജ് ചെയ്തു. ഉടനെ അവൻ എന്ത് ചെയ്തു? മോൻ എന്ത് ചെയ്തെന്നറിയാമോ? മലയത്തൊരു മരത്തിൻ്റെ മേളിൽ, മതിലിൻ്റെ മേളിൽ കയറിയിട്ട് ഒറ്റ ഞെക്ക് www ടെൻ സ്പോർട്സ്. ചെന്നൈയിലെ റോയൽ ചലഞ്ചേഴ്സും ബാംഗ്ലൂരുകാരും ഡൽഹിക്കാരനും അടിക്കുന്ന 2020 ഇതാ കുഞ്ഞ മൊബൈലിൽ. മനസ്സിലാകുന്നവർക്കായി ലോകം വിരൽത്തുമ്പിൽ. മൂന്നാമത്തെ കാര്യം കേട്ടോ, ഇന്ന് രാത്രി. 4ാമത്തെ കാര്യം, ദാണ്ട് ഇവിടെ ഒരു പെൺകുട്ടി, അവളുടെ വിവാഹം കഴിഞ്ഞു. പയ്യൻ കുവൈറ്റിൽ സ്റ്റോർ കീപ്പറാ, പോയി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പോയി. 4ാം മാസമായപ്പോൾ അവൾക്കൊരു വിശേഷം. PRSൽ പോയി ഗൈനക്കോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചോദിച്ചു, ഭർത്താവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടർക്ക് സംശയം. ഉടനെ പറഞ്ഞ ഒരു അൾട്രാസൗണ്ട് എടുക്കാം, 800 കൊടുക്കാൻ പറഞ്ഞ് താഴെ പോയി. ഡോക്ടറെ ചീട്ടുമാട്ട്. പെൺകുട്ടി അവിടെ സ്കാനറിൽ കടന്നു. മമ്മിയെ വാതൊക്കെ നിർത്തി. 2 പേര്, ഒരു ടെക്നീഷ്യൻ, അത് കഴിഞ്ഞ് റേഡിയോളജി ഡോക്ടർ. ലാപ്ടോപ്പ് ഓണാക്കി ടെക്നീഷ്യൻ വയറ്റിൽ ഞാൻ കറക്കി. ആ കിടക്കുന്ന 14 ഇഞ്ച് ലാപ്ടോപ്പിൽ അവളുടെ കുഞ്ഞിൽ വളരുന്ന ഒരു കുഞ്ഞ് ഉദരത്തിൽ വളരുന്നു. അവളോട് ടെക്നീഷ്യൻ ചോദിച്ചു, നിന്റെ ഭർത്താവ് അവിടെ? ചേട്ടൻ സ്റ്റോർ കീപ്പർ. എവിടെ? ദുബായിൽ, കൊക്കക്കോള കമ്പനി. മെയിൽ ID ഉണ്ടോ? വാട്സപ്പ് ഡീറ്റെയിൽസ് ഉണ്ടോ? അത് സ്വോത്രം. അവൾ പറഞ്ഞ് കിളിവാതിൽ കൂടെ മമ്മിയുടെ ഇരിപ്പുണ്ട്, മൊബൈൽ അതിലുണ്ടെന്ന്. സ്വോത്രം. പെങ്കൊച്ച് അവിടെ കിടക്കുമ്പോൾ കിളിവാതിക്കല്ലോ മൊബൈൽ മേടിച്ച് ലാപ്ടോപ്പിനകത്ത് ഒരു കുത്ത്, കീ കൂക്കു. തൻ്റെ ഭാര്യ PRS കിടക്കുമ്പോൾ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഭർത്താവ് കുവൈറ്റിലിരുന്ന് കാണുന്നു, അല്ലെങ്കിൽ ദുബായിലിരുന്ന് കാണുന്നു. ടെക്നോളജി എവിടം വരായി? 5ാമത്തെ കാര്യം, ഇനി ഞാനിവിടെ വന്നില്ലെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നു സർജറി 5G. കേട്ടോണോ എല്ലാവരും? തൊട്ടടുത്ത് നെയ്യാറ്റിൻകര നിംസിനകത്ത് വിടുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി. എന്തിനു വേണ്ടി? രാത്രി കാർഡിയാക് അറസ്റ്റ്, കുഴഞ്ഞു വീണു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് പറഞ്ഞു, ഒരു പൈപ്പ് മാറ്റിയാൽ മതി. അതിൻ്റെ പേര് സ്റ്റെൻഡ്. പ്ലംബർ വീട്ടിൽ വന്ന് പൈപ്പ് ഇടുന്ന പോലെ. ഇവനെ കാത്തിലാവി കടന്നപ്പോൾ 2ാമത്തെ അറ്റാക്കും വന്നു. സ്തോത്രം. കാര്യം കുഴഞ്ഞു, അബോധാവസ്ഥയില്ല. ഉടനെ നിംസിൻ്റെ നല്ല ഹൃദയത്തിൻ്റെ വിദഗ്ധൻ മധു ശ്രീധർ സാർ അപ്പോളോയിൽ ഇരിക്കുക, ചെന്നൈയിൽ ഒരു ആവശ്യമായിട്ട്. ഉടനെ ഡോക്ടർ പറഞ്ഞു, വിളിച്ചാൽ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ നിർത്തിയാറ് ഏതെങ്കിലും കമ്പ്യൂട്ടറോ മൊബൈൽ വഴി ഒരു ലൈവ് കൊടുക്കാൻ പറഞ്ഞു.
ചെറുപ്പക്കാരൻ കിടക്കുന്നത് നിംസിനകത്ത് കാത്തിലാം ലൈവ് ചെന്നൈ അപ്പോളോ. ഡോക്ടർ മധു ശ്രീധർ അവിടെ ഇരുന്ന് തത്സമയം മൊബൈൽ വഴിയോ ഇയർഫോൺ വഴിയോ ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ ശരിയാക്കണം. അവരിവിടെ പറഞ്ഞു, സിസ്റ്റർ അടുത്ത് പറഞ്ഞു നെഞ്ചത്തൊരു പ്ലാസ്റ്റർ അടിച്ചേക്കാൻ, മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് PRSലും കിംസിലും നിംസിലും SP-യിലും എല്ലാം ബോർഡ് വരാൻ പോകുന്നു. കമ്പ്യൂട്ടർ സഹായത്തോടെ സർജറി. മെയിൻ ഡോക്ടർ എവിടെ ഇരുന്നാലും ഇവിടെ ജൂനിയർ ഡോക്ടർ നേഴ്സുണ്ട്. അദ്ദേഹം അതുവഴി പറയുന്നത് വെച്ച് മനുഷ്യൻ്റെ ശരീരം കണ്ട് സർജറി ചെയ്യാനുള്ള ടെക്നോളജി വരാൻ പോകുന്നു. അതിൻ്റെ പേരാ WWW. അങ്ങനെയെങ്കിൽ ബൈബിളും കമ്പ്യൂട്ടറും. ബൈബിളിനകത്ത് 5 W ഉണ്ടോ? വായിക്കുന്നു. അവർ ബൈബിൾ ഈസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ. ദാറ്റ് മീൻസ് WWW. ബൈബിൾ എല്ലാവരും എടുക്കണം. ഞാൻ വട്ടിയൂർക്കാവിലേക്കും ഈ ആര്യാദേവിയിലൊക്കെ പാനായി ഓടിപ്പോകുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3, 4, 5, 6, 7 വാക്യങ്ങൾ കർത്തൃദാസ് വായിച്ച് സഹായിക്കും. അതിന്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ഒന്നാമത്തെ W കമ്പ്യൂട്ടറും ഒരുവന്റെ ഭരണവും. മുറിവിന്റെ ഇംഗ്ലീഷ് ആ വൂണ്ട്. ദാ വരുന്നു ബൈബിൾ. ഒന്നാമത്തെ ഹി ഈസ് എ വൂണ്ടഡ് മാൻ. അടുത്ത 2 വായിക്കാം. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. ഇന്നത്തെ സിറിയയുടെ മുറിവ് പൊറുക്കാൻ പോകുന്ന അതൊക്കെ ട്രംപ് വരുന്ന പുറകെ പ്രസംഗിക്കും. അടുത്തത് സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളം അതിശയം. അതാ വണ്ടർഫുൾ. അതാ ദാനിയേൽ പറയുന്നത് നയബുദ്ധിയാൽ അവൻ കാര്യം സാധിച്ചെടുക്കും. അതാ 2ാമത്തെ W വണ്ടർഫുൾ. അടുത്തത് മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരം, ആരാധന. അതിന് ഇംഗ്ലീഷ് വർഷിപ്പ്. 3 W ആയി. 1 വൂണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്. അടുത്തത് മൃഗത്തോട് തുല്യനാർ. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന്. ഈ മൃഗത്തെ ആർക്കും അടിച്ചൊതുക്കാൻ കഴിയത്തില്ല. അടുത്ത വാക്ക് മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. അതാ ഗൂഗിൾ സാത്താൻ ലോകത്തോട് സംസാരിക്കും. വായ് എന്ന് വരുന്ന വാക്ക് അതിന് ഇംഗ്ലീഷ് വേർഡ്. ഇപ്പൊ 4 എണ്ണമായി. ആന്റി ക്രൈസ്റ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ബൈബിൾ. ദാറ്റ് മീൻസ് 5G 6G 7G 8G ഏതോ ആയിക്കോട്ടെ. www.com. ലോകം ഒരുവന്റെ കയ്യിൽ. 1 വൂണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, 4 വേഡ്, 5ാമത്തെ W വായിക്കാം. മാസം ദൈവസഭ എടുക്കപ്പെട്ടാൽ 3.5 വർഷം 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. എവിടൊക്കെ അധികാരം? അടുത്ത വായിച്ചാട്ടെ. ദൈവത്തിന്റെ നാമത്തെയും സാത്താനാര് പിശാച് ബോഷ്കും അവന്റെ അപ്പനും വായിച്ചാട്ടെ. അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. ഇന്നത്തെ ഗൂഗിളെല്ലാം അവൻ കൊണ്ടുപോ പ്രസംഗിക്കും പറഞ്ഞുതരാം. അവൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. 5ാമത്തെ W മലയങ്കാര് പറയണം. വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. അപ്പൊ യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആര് പറയും? മിണ്ടുന്നില്ലല്ലോ. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാട്ട് കുഞ്ഞുങ്ങള് ഉറക്കെ പറഞ്ഞാട്ട് മക്കളെ. നല്ല പ്രതികരണം. 5ാമത്തെ W വാർ. അതായി കോവിഡ്. എവിടൊക്കെ അവൻ അധികാരം ലഭിച്ചു? സഹോദരി വായിക്കും, നിങ്ങൾ കേൾക്കണം. അവരെ ജയിപ്പാനും 1 വായിച്ചോ. അതിന് അധികാരം ലഭിച്ചു. അവൻ അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഉലകം ഒരുവന്റെ കയ്യിൽ. 1 ഗോത്രം, 2 ഭാഷ, 3 ജാതി, 4 വംശം, 5 മതം. ഇതിനധികാരം. ഇന്ന് രാത്രി 1ാമത്തെ അധികാരം. അതാ ഏകലോക മതം. എല്ലാവരും കേട്ടണം. 3 ഭാഗം പറയും. താണ്ടേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. കാണുന്നവർ കാണണം. ഞാൻ പോയിട്ട് രാജ്ഭാഷോട് പറയരുത്. ദാ കിടക്കുന്ന ഇറാഖിൽ പോയി ഷിയായുടെ മുസ്ലിം നേതാവിനെ കണ്ടു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ നമ്പർ 1. 2ാമത്തെ കാര്യം ദാണ്ടേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇതായിരിക്കുന്നു. മാതാ അമൃതാനന്ദമയ്യായിട്ട്. 2 ഏകലോക മതം. ബാക്കി കൂടെ പറഞ്ഞുതരാം. 3 ദാണ്ടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ IS ഭീകരത. സിറിയയിൽ പോയി ഇസ്ലാമിൻ്റെ പള്ളി നിസ്കരിക്കുന്നു. നമ്മുടെ ബൈബിൾ അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. എവിടം വരായി? സ്വോത്രം. ഇത് അദ്ദേഹമൊന്നുമല്ല സംഭവം. ദാണ്ടെ ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ. മനസ്സിലാകുന്നവർക്കായി പുള്ളിക്കാരൻ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ദാണ്ടെ ഓർത്തഡോക്സ് സഭ, പാത്രികീയ സഭ, സെൽ മാർ ബസേലിയോസ് കത്തോലിക്ക സഭയായിട്ടുള്ള ബന്ധത്തിൽ. 5ാമത്തെ കാര്യം ദാണ്ടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബി വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞ് നമ്മളെല്ലാം അവറാച്ചാൻ്റെ മക്കളാണ്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നമ്മൾ ഒരുമിക്കണോ? ദാണ്ടെ അബുദാബിയിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സ്ഥലത്തേക്ക് ഇന്ന് രാത്രി ഇദ്ദേഹം അബുദാബിയിൽ വന്നപ്പോൾ ഈ ഓൺലൈൻ പിന്നെ നിങ്ങൾ കണ്ടോണം. ദാണ്ടെ
അബുദാബിയിൽ ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് വഴിയായത് എവിടെ? അബുദാബി ബനിയ സൈലൻഡ്. അവിടെ 3 പള്ളി. 1 ഇസ്ലാമിൻ്റെ, 2 യഹൂദൻ്റെ, 3 ക്രൈസ്തവൻ്റെ, 3. അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭ അധ്യക്ഷൻ ഇതൊരു പുറമോടി കാണിക്കുന്നെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ള കുതിരയെ കണ്ടു. ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് സമാധാനത്തിന് വേണ്ടി കുതിര എഴുന്നേൽക്കും. ആന്റി ക്രൈസ്റ്റ് അവൻ ജയിക്കാനായി പുറപ്പെട്ടു. അവന്റെ കയ്യിൽ ഒരു കിരീടമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവൻ വന്ന് യെരൂശലേമിന് വേണ്ടി ദൈവാലയം പണിയും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് മലയത്ത് നിന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ കാലമായി. ആരാ? ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. മലയമേ, 2ാം രാത്രി ഒരിക്കൽ കൂടി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ ചിലമ്പൊലികൾ തീർന്നില്ല. ദാണ്ടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാ പോയിരിക്കും നമ്മുടെ മോഡിജി ഇങ്ങോട്ട് വിളിച്ചിരിക്കുക. അവിടെ ചെന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? അങ്ങ് യഥാർത്ഥ പിതാവാണെന്ന് മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ കണ്ടുപിടുത്തമാ നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപി സാറിനെ എവിടെ തൃശ്ശൂർ ജയിപ്പിച്ചത് മനസ്സിലാകുന്നവർക്കായി. കത്തോലിക്ക സഭ ധാർമ്മികമായിട്ട് പിന്തുണ കൊടുത്തു. ആ 2 പേപ്പറുകാരും നാട്ടുകാരും എഴുതി ഈ പൂരം കലക്കി ADGP MR അജിത് കുമാർ പൂരം കലക്കിയോണ്ടാ തൃശ്ശൂർ സുരേഷ് ഗോപി സാർ ജയിച്ചതെന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ തൃശ്ശൂർ മണ്ണുത്തി പ്രസംഗിച്ചിട്ട് വന്നേ. തൃശ്ശൂർ ഞാൻ പ്രസംഗിക്കാത്ത ഒരു സ്ഥലമില്ല. തൃശ്ശൂർക്കാർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പൂരം കലങ്ങിയാലെന്ന് പാസ്റ്റേ അവർ വോട്ട് ചെയ്യത്തൊന്നുമില്ല. സ്വോത്രം. ഇത് തമിഴ്നാടല്ല. പണ്ട് തമിഴ്നാട്ടിൽ സിനിമാക്കാരൻ കൈ കാണിച്ചാൽ സിനിമയ്ക്ക് വോട്ട്. இந்த நாட்களில் தமிழ் மன்னா പറഞ്ഞു, നീ വീട്ടിൽ പോയി ടീയെ കുടിക്ക്, ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ തരുമെന്ന്. സ്വോത്രം. തമിഴ്നാട്ടിൽ മനസ്സിലാക്കുന്നവർക്കായി. സിനിമാക്കാരന് നേരത്തെ 8 നില പൊട്ടുക. പൂരം കലക്കിയതൊന്നുമല്ല, കത്തോലിക്ക സഭയുടെ ധാർമ്മികമായ വോട്ട്. 25,000 വോട്ടാണ് സുരേഷ് ഗോപി സാർ വിചാരിച്ചത്. പക്ഷേ ഇലക്ഷൻ ജയിച്ചപ്പോൾ 75,000 എവിടുന്ന് വന്ന്? ബാങ്കിൻ്റെ ഒന്നും അല്ല, കത്തോലിക്ക സഭയുടെ വോട്ട്. ഇതിന് പാലം വലിച്ച ഒരാളുണ്ട്. കെ സുരേന്ദ്രനുമല്ല, ശോഭാ സുരേന്ദ്രനുമല്ല, കൃഷ്ണദാസുമല്ല, കരമന ഹരിച്ചേട്ടനൊന്നുമല്ല. പാലം വലിച്ച ഒരാള് കത്തോലിക്ക സഭയുടെ പാലാക്കാരൻ ജോർജ് കുര്യൻ സാർ. സ്വോത്രം. ഇതെല്ലാം വലിച്ചതാ. അതുകൊണ്ടല്ലോ ആരെങ്കിലും പറഞ്ഞു ഒരു ദിവസം ഉച്ചയ്ക്ക് ജോർജ് കുര്യൻ സാർ വീട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മോഡി സാർ ഫോൺ ചെയ്ത്, കൺവെൻഷൻ ഞങ്ങൾ ഇറങ്ങുന്ന പോലെ ഒരു വെള്ളം ഉടുപ്പും വെള്ളം ഇട്ട് മുണ്ടും ഇട്ടുകൊണ്ട് വരാൻ താങ്കൾ മന്ത്രിയാവാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി. തിരുവനന്തപുരത്ത് ഒരു BJP-ക്കാർ പറഞ്ഞില്ല. എൻ്റെ സ്നേഹിതൻ നെടുമങ്ങാട്ടുകാരൻ BV രാജേഷ് അവിടുത്തെ പ്രസിഡന്റ്, പുള്ളി അറിഞ്ഞില്ല. ഹിന്ദിക്കാരുടെ ഭാഷയെ പറഞ്ഞ ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കിൽ, മലയാളിയുടെ ഭാഷയെ പറഞ്ഞാൽ മണ്ണ് ചാരിയിരുന്നോ പെണ്ണും കൊണ്ടുപോയി. സ്വോത്രം. താ കിടക്കുന്നു. സ്വോത്രം. ഡൽഹിയിൽ നിന്ന് ഫോൺ വന്ന്. സ്വോത്രം. അല്ല, പൂരം കലങ്ങിയതൊന്നുമല്ല. പൂരം കലങ്ങിയാലൊന്നും വോട്ട് ചെയ്തില്ല. ചുമ്മാതെ ചാനലുകാർ കിടന്ന് ചർച്ച ചെയ്യുക. അതൊക്കെയാ കത്തോലിക്ക സഭയുടെ ധാർമ്മികമായ പിന്തുണ ഇവർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടില്ല. ഇനി അടുത്തത് ദാണ്ട് ഇന്ന് രാത്രി ഇന്തോനേഷ്യ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. അതിൻ്റെ ഇടയ്ക്കല്ലേ നമ്മുടെ സ്നേഹിതൻ ചാണ്ടി ഉമ്മൻ. എല്ലാവരും കേട്ടാട്ടെ. ശിവഗിരി മഠാധിപതി. അത് കഴിഞ്ഞിട്ട് ആരാ? പിന്നെ നമ്മുടെ കർണാടകയുടെ TU ഖാദർ, ഹൈദരാലി ശിഹാബ് തങ്ങൾ എല്ലാവരും കൂടെ വത്തിക്കാനിൽ പോയി. ഇന്ന് രാത്രി ഞാനിവിടെ വന്നില്ലെങ്കിലും ഇനി തിരുവനന്തപുരംകാരൻ കാണാൻ പോകുന്നത് ചെമ്പഴന്തിയിലല്ല, അരുവിപ്പുറത്തല്ല, വർക്കല ശിവഗിരിയിലല്ല, ആലുവ ശിവഗിരി മഠത്തിനകത്ത് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥന കേന്ദ്രം വരാൻ പോകുന്നു. റെഡിയായി. അതിന് ശിവഗിരി മഠാധിപതി ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും ഞാൻ ഇലക്ഷന് പ്രാർത്ഥിച്ചു വിട്ടതവൻ ചാണ്ടി ഉമ്മന്. അത് കഴിഞ്ഞിട്ട് സകല എണ്ണവും പോയി. അതിനുശേഷം കഴിഞ്ഞ ദിവസം സംഭവം കേട്ടോ, ഈ മർത്തോമായിലെ 6 തിരുമേനിമാർ അവിടെ പോയി കത്തോലിക്ക സഭയിലെ ബിഷപ്പിനെ കാണാൻ. എന്നിട്ട് പോപ്പിനെ കണ്ടിട്ട് വന്നൊരു മെത്രാച്ചൻ പറഞ്ഞതാ, പള്ളി വേണേ മാതാവിൻ്റെ ഫോട്ടോ വെക്കാമെന്ന്. എവിടെ വരായി ഭാഷന്മാരെ. സ്വോത്രം. മർത്തോമക്കാരൻ വെച്ച അവൻ്റെ അനിയൻ ആ CSI വാഞ്ചലിക്കൽ കുഞ്ഞച്ചനും തോമാച്ചനും അവറാച്ചാനും എപ്പോൾ വെച്ചെന്ന് ചോദിച്ചാൽ മതി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അവിടം വരായി. പണ്ട് പെന്തിക്കോസിലെ ഗ്രൂപ്പ് ഉള്ളായിരുന്നു, ഇപ്പം മർത്തോമായിൽ 2 ഗ്രൂപ്പ്. മനസ്സിലാകുന്നവർക്കായി. എവിടം വരെ എത്തി കാര്യങ്ങൾ. അതിനുശേഷം ഇന്ന് രാത്രി ദാണ്ട് എല്ലാവരും കാണണം. ഏകലോക മതം ലൈവ് ക്ലിയർ ആയിരിക്കണം മോനെ. എല്ലാവരും കണ്ടാട്ട്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയി. അതിനുശേഷം സ്വാമി പ്രകാശാനന്ദ. പൂങ്കുടി വിറ്റ് കുഴിയാറ്റിൽ പഴയാറ്റിൽ എല്ലാം മെത്രാനും. ഇതിനകത്ത് പെന്തിക്കോസുകാരില്ല, ബ്രദർകാരില്ല, CSIക്കാരില്ല, മർത്തോമക്കാരില്ല. അത് കഴിഞ്ഞ് ഇവാഞ്ചലിക്കൽ 5 പേരെ കാണാനില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇതുവരെ ഓഫർ വന്നില്ല. കരമുയർത്തുന്നവർക്കായി ഞങ്ങൾക്ക് എന്ന് കവർ വരും, ഞങ്ങളും അവിടെ ചെല്ലും. അന്ന് എൻ്റെ കർത്താവ് വാനമേഘത്തിൽ വരും. ഇതാ കിടക്കുന്ന. സ്വോത്രം. ക്ലിയർ ആയില്ലയോ? എല്ലാ മതവും ഒരുമിക്കുന്നു. നമ്പർ 1 മതം. 2 ഭരണകൂടം തകരും. എവിടാ ഭരണകൂടം?
2009 നമ്മുടെ കുഞ്ഞുങ്ങൾ പാഠത്തിൽ ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം മലയാളം എഴുതി അറബ് വസന്തം. അറബ് വസന്തം അല്ല, നാട്ടുമാങ്ങ വീഴുന്നോല്. 1 അൾജീരിയ, 2 ടുണീഷ്യ. അത് കഴിഞ്ഞ് നേരെ വന്നു എവിടുത്തെ ഭരണകൂടം? ഇറാൻ, ഇറാഖ് എല്ലാം വീണുപോയി. സിറിയ, ജോർദാനിലെ ഹുസൈൻ രാജാവ്, ലിബിയയിലെ കേണൽ ഗദ്ദാഫി എല്ലാം വീണില്ലേ? ഈ ഭരണകൂടത്തിന്റെ അവസാനമായിട്ട് ഒരു സംഭവം നടന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് തൊട്ടടുത്ത് ബംഗ്ലാദേശിലെ ഭരണകൂടവും തകർന്നു. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ഇപ്പൊ ക്ലിയറായോ? കോവിഡ് ചുമ്മാതൊന്നുമല്ല, ഇതൊരു അന്ത്യകാലം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും സകല ഭാഷമേലും സകല ജാതിമേലും അവൻ അധികാരം. 3ാമത് ജനമിളകുന്നു. എവിടെ തുടങ്ങിയത്? ഇവിടുത്തെ CPIയുടെ സംഘടനയുണ്ട്, AIYF. അവർ ഭിത്തിയിൽ എഴുതി തൊഴിലല്ലെങ്കിൽ ജയിൽ. അതല്ല, 2009 കർത്താവിൻ്റെ വരവ്. 2009 അമേരിക്ക ഇംഗ്ലീഷുകാരനാണ് എഴുതിയത്. വി വാണ്ട് ജോബ്, അതർവൈസ് വി വിൽ ഗോ ടു ജയിൽ. അങ്ങനെ തൊഴിലല്ലെങ്കിൽ ജയിൽ. അമേരിക്ക കലാപം. അത് കഴിഞ്ഞ് ബ്രിട്ടനിൽ കുർബാന കഴിഞ്ഞ ആൾക്കാർ പൈസ കൂടുതൽ കിട്ടാൻ റോഡിലിറങ്ങി. ഗൾഫിൽ ഷേഖുമാരുടെ കാറ്, നെയ്യാറ്റിൻകരയിലെ പിള്ളേർ ശമ്പളം കിട്ടാഞ്ഞ് ഗൾഫിൽ തടഞ്ഞ് പത്രവാർത്ത, ഷേഖിൻ്റെ കാറ്. അത് കഴിഞ്ഞ് ചൈനയിലെ ടിയാമൻ സ്ക്വയറിനകത്ത് കുഞ്ഞുങ്ങളെ മുഴുവൻ വെടിവെച്ചു വന്നു ജനം. ഡൽഹിയിലൊരു അപ്പച്ചൻ വിസിലടിച്ച് കീക്കി കൂക്കു, അണ്ണാ ഹസാരെ. അന്നൊരു പാർട്ടി ഡൽഹിയിലുണ്ടായി. ആ പാർട്ടിയുടെ പേരാ ചൂല് പാർട്ടി. സഹോദരിമാർക്ക് സന്തോഷമില്ലല്ലോ. അപ്പോൾ ചൂല് പിടിക്കാനും സന്തോഷമില്ല. ഓൺലൈനിൽ വരുന്ന ചൂല്, കമ്പ്യൂട്ടർ വെച്ച് മിനിറ്റ് വെച്ച് തൂക്കുന്ന ചൂലുകൾ. സ്വോത്രം. ആ ചൂല് പാർട്ടി, അതാ ആപ്പ് പാർട്ടി. സമരം എവിടത്തേക്ക് വന്നു? കേരളത്തിലേക്ക്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്, NSS സമരം, SNDP സമരം, ബാബാ സമരം, മെത്രാൻ സമരം, പിള്ളാർ സമരം, KPMS സമരം. അത് കഴിഞ്ഞ് തിരുവനന്തപുരം BSTPയുടെ നല്ല സമരം. ഇരുന്ന് സമരം, കടന്ന് സമരം, നിലവിളി സമരം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. BSTP ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം, കണ്ടോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സമരം ഉണ്ടായിരുന്നു, മൂന്നാർ സമരം, പെമ്പിളை ഒരുമൈ. എല്ലാവരും കേട്ടാട്ടെ. ഇടുക്കി കൊന്നത്തടി, CSIയിൽ തിരുവനന്തപുരം. ഇപ്പോൾ അടുത്ത 25, 26, 27 ഞാൻ വണ്ടിപ്പെരിയാർ CSI ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്നത്. CSIയുടെ നിങ്ങൾ കേൾക്കണം. ഞാൻ കൊന്നത്തടി CSIയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ഗോമതി സഹോദരി ഭയങ്കര വിപ്ലവം ഉണ്ടാക്കിയ സൗകര്യം ഒന്ന് കണ്ടാൽ കൊള്ളാം. അച്ഛൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട പാസ്റ്ററെ, നമ്മുടെ പള്ളി അവിടെ ഉണ്ട്, പൂപ്പാറ. ഞാൻ അവിടുത്തെ അച്ഛനെ വിളിക്കാം, നമുക്ക് പോയി കാണാം. നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല ആൾക്കാരെ കാണണ്ടേ. അപ്പം ഞാൻ അച്ഛനെ പള്ളിയിലെ കൈക്കാലിന് ഒരു കാറി പൂപ്പാറ ചെന്ന്. പൂപ്പാറ പള്ളിയിൽ അച്ഛൻ ഞങ്ങളുടെ കൂടെ കയറി. 500 മീറ്ററേ ഉള്ളൂ ഗോമതി സിസ്റ്റർ, ഒരു കൊച്ചു വീട്. ഞാൻ അവിടെ ചെന്ന് ആ സഹോദരി എന്നോട് ചോദിച്ച്, യാർ അന്ത്യ ഊളിയക്കാരൻ, ആരാണ് ഊളിയക്കാരൻ? ഞാൻ പറഞ്ഞു, ഞാൻ താൻ ഊളിയക്കാരൻ, എതുക്ക് വന്നിരിക്കത്? ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഒരു കലകത്തിനും വന്നതല്ല, സിസ്റ്ററോട് ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. അപ്പോൾ ചോദിച്ചു, എതുക്ക്? അപ്പോൾ പറയാം, സിസ്റ്റർ നിങ്ങൾ ഇവിടെ മൂന്നാറിൽ 3000 പെൺകൊച്ചുങ്ങളെ സ്വോത്രം റെഡിയാക്കി റോഡിലിരുത്തി ഞങ്ങളുടെ കൺവെൻഷന് 2 ലക്ഷം രൂപയുടെ പോസ്റ്റർ അടിച്ചാൽ 400 പേരെ കിട്ടാൻ പാടാ. ഇതങ്ങനെ സംഭവിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞ, ചെറുപ്പക്കാരെല്ലാം കേട്ടാട്ടെ സഹോദരി, ഇതുക്ക് മേലെ ഞാൻ ഒരു വാട്സപ്പ് പോട്ടാൽ 5000 പെൺകുളന്ത മൂന്നാറിയിരിക്കുമെന്ന്. ഞാൻ ഒരു വാട്സപ്പ് അടിച്ച് 5000 ഇറങ്ങുമെന്ന്. സ്വോത്രം. കണ്ടില്ലേ മൂന്നാർ പെമ്പിളை ഒരുമൈ. അന്ന് പോയതാരാ? നമ്മുടെ സഖാവ് VS ഉമ്മൻചാണ്ടി സാർ ഭരണത്തിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഗോമതി സിസ്റ്റർ താണ്ടൊരു നാരങ്ങ വെള്ളം കൊടുത്തു. ഉടനെ സഖാവ് ഇങ്ങനെ കൈപൊക്കി പാടിയില്ല, അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്ന് എവിടം വരായി? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 101 വയസ്സുള്ള സഖാവ് വരിക്കച്ചക്കച്ചുള്ള തിന്നുന്നു. സന്തോഷമില്ലല്ലേ? 40കാരൻ പാസ് ഇൻസുലിൻ എടുക്കുന്നു, 101 അപ്പച്ചന്താ വരിക്കച്ചക്ക തിന്നുന്നു. മോൻ പോസ്റ്റ് ഇട്ടേക്കുന്നു. സ്വോത്രം. പിണറായി വിജയൻ സാർ സത്യത്തെ പ്രതി ചെയ്തപ്പോൾ ഇദ്ദേഹം അവിടെ നാരൻ്റെ അടുത്ത് പറഞ്ഞത്, അവരെല്ലാം പരിപ്പോടെ എന്നിട്ടേ ഞാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ദാ കിടക്കുന്നു 101. അദ്ദേഹം അല്ലയോ പറഞ്ഞത് ഏറ്റവും നല്ല പ്രസംഗം? രാജ്ഭാസാന്നോ സത്യരാജ് ഭാസാന്നോ ആരെങ്കിലും അന്ന് പ്രസംഗിച്ച്? സജു ചാത്തന്നൂരാന്നോ? അദ്ദേഹം അല്ലേ ഒരിക്കൽ നിയമസ്കാരം, ഒരിടത്ത് ഭരണകൂടം, 2 മതം, 3 ജനം ഇളകുന്നു. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ പ്രവചനം. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഹഗ്ഗായി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവനുണ്ട്. പുള്ളി എഴുതി വെച്ച് വീട്ടിൽ ചെന്ന് വായിക്കണം. ഹഗ്ഗായി 2:6-7. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും ഇളക്കും. കരം ഉയർത്തുന്നവർക്ക് ഡൽഹിയിലെ കർഷക സമരം. ഇതിന്റെ നടുവിൽ സകല ജാതികളുടെ മനോഹര വസ്തു വെളിപ്പെടും. മലയമേ, ആരാ? യേശു ക്രിസ്തു. യേശു
യേശുക്രിസ്തു CSIയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല, യേശുക്രിസ്തു ഹൈന്ദവന്റെ ദൈവമല്ല, യേശുക്രിസ്തു ഇസ്ലാമിന്റെ ദൈവമല്ല, യേശുക്രിസ്തു ബുദ്ധന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, കരമുയർത്തുന്നവർക്ക് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ കറുത്തവന്റെ ദൈവമല്ല, വെളുത്തവന്റെ ദൈവമല്ല, സമ്പന്നന്റെ ദൈവമല്ല, ദരിദ്രന്റെ ദൈവമല്ല, ധനവാന്റെ ദൈവമല്ല, മുതലാളിയുടെ ദൈവമല്ല. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച ആരെങ്കിലും കൺവെൻഷന്റെ രണ്ടാമത് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിലെ ആട്ടിൻകുട്ടി എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അറുക്കപ്പെട്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറയുന്നത് ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യ ആകാശത്തിൽ വരാറായി. മലയമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? ഇന്റർനെറ്റും റിലയൻസ് എല്ലാം ഒരുവന്റെ കയ്യിൽ കൊണ്ടുപോകും. ഇനി മൊബൈൽ ഞെക്കിയ തങ്ങളിൽ കാണാം. മെസ്സഞ്ചർ വേണ്ട, വാട്സപ്പ് വേണ്ട, ട്വിറ്റർ വേണ്ട, തങ്ങളിൽ കാണാം. വായിക്കും എങ്ങനെ ഒരുവൻ ലോകത്തോട് സംസാരിക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ് ആര്? പലരും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ചിലർ പറയുന്നത് മോഡി സാറാണ്, ചിലർ പറയുന്നത്, ചില അമ്മച്ചിമാർ പറയും കൊച്ചുങ്ങളെ ഉറക്കാൻ പേര് പറയും കൊറിയയിലെ കിങ് ജോങ് വരുന്നത്. കിങ് ജോങ് ഒന്നുമല്ല ആൻറ്റി ക്രൈസ്റ്റ്. സ്വോത്രം. ആരാ ആൻറ്റി ക്രിസ്തു? ആരാദ്യം വരും? വായിക്കാം. ഉൽപ്പത്തി 49:10. വായിച്ചിട്ട് ഉൽപ്പത്തി 49. അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോകയില്ല. ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹമായി രാജാക്കന്മാരുടെ രാജാവായി ആദ്യം യേശു വരും. ആന്റി ക്രൈസ്റ്റും അവന്റെ അമ്മായിയപ്പനുമല്ല ആദ്യം വരുന്നത്. 2 രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നുറുക്കപ്പെട്ട ശരീരമാകുന്ന സഭയെ ചേർക്കാൻ ആദ്യം യേശു വരും. അപ്പൊ പലരും പറയും ഇപ്പൊ പീഡനം ഉണ്ടെന്ന്. സഭ ആരംഭിച്ച കാലം തൊട്ട് പീഡനമുണ്ട്. അത് വടക്കേ ഇന്ത്യയിലും ഉണ്ട്. എത്ര കൊല്ലങ്ങളായിട്ടുണ്ട്. അതൊന്നും ആൻറ്റി ക്രൈസ്റ്റിനെ വരവല്ല. പിന്നെ അന്തിക്രിസ്തു ആര്? ഇനി പെന്തിക്കോസുകാർ പോസ്റ്റ് ഇടരുത്. പിണറായി വിജയനോ ബരാക് ഒബാമയോ മോഡി സാറോ കിങ് ജോങ്ങോ ഒന്നും ഇടരുത്. ആരാന്ന് വായിക്കാം. ഉൽപ്പത്തി 49:17. വഴിയിൽ ഒരു പാമ്പും. ദാണ്ട് യഹൂദന്റെ ജീനുള്ളവൻ തന്നെ ആന്റി ക്രൈസ്റ്റ്. ദാൻ വഴിയിൽ, ഇന്നത്തെ സിറിയ എന്നാണ് എഴുന്നേറ്റ് വരുന്നത്. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദാനിന്റെ കുതിരകളുടെ ചിറാലിപ്പ്, അതാ IS-ന്റെ മിലിറ്ററി, ഇതെല്ലാം ദാൻ ഗോത്രക്കാരാ കൊടുക്കുന്നത്. സിറിയ തകർന്നു. ഇതിൽ നിന്നാ എല്ലാം എഴുന്നേറ്റ് വരുന്നത്. പിന്നെ ആവർത്തന പുറപ്പാട് ആവർത്തനം വരെ ദാനുണ്ട്. പക്ഷേ വെളിപ്പാടി ഇസ്രായേലിന്റെ ദാൻ ഗോത്രം ഇല്ല. അതിന് പകരം ചെറുതൊരുത്തനെ കയറ്റി മനസ്സേ ദാ കിടക്കുന്നു. ആന്റി ക്രൈസ്റ്റ് അല്ല ആദ്യം വരുന്നത്. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. വരാൻ പോകുന്നു 5G നെറ്റ്വർക്ക്. വായിച്ചു തുടങ്ങാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അമ്മ വായിച്ച ദാനിയേൽ 7-8 വാക്യങ്ങൾ വായിച്ചാൽ രാത്രി ദർശനത്തിൽ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. 4ാമതൊരു മൃഗം. അപ്പൊ നിങ്ങൾ ചോദിക്കും മൃഗം. ബൈബിൾ പ്രവചന ഭാഷ, ഭരണാധികാരി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും വായിച്ചാട്ടെ. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണകൂടങ്ങൾ തകരും. എല്ലാവരും ഒരു മിനിറ്റ് ഓടിപ്പോവല്ലേ. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്. ദാനിയേൽ എത്ര പ്രസംഗിച്ചാലും തീരത്തില്ല. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, ദാര്യാവേശം കോരശും, അരഭാഗ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, കാലിന്റെ തൊട ഇരുമ്പ്. ഇന്ന് നമ്മൾ ഇരുമ്പും കളിമണ്ണും. അത് കഴിഞ്ഞ് ദാ വരുന്നു 10 കൊമ്പ് എതിർ ക്രിസ്തുവിന്റെ ഭരണം. മുമ്പുള്ളതിനെല്ലാം തീർക്കാൻ പോകും. അതാ വായിച്ചത്. വായിച്ചിട്ട് അടുത്ത വാക്ക്. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ലോകം കണ്ട ഭരണാധികാരി ഹിറ്റ്ലർ, മുസോളിനി വെച്ച് ഇത് വ്യത്യാസം ഉള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. കരമുയർത്ത ഇന്നലെ രാത്രി യൂറോപ്പ് മടങ്ങി വരും. വെളിപ്പാട് 13 10 കൊമ്പ്. ദാനിയേലും യോഹന്നാനും തങ്ങളിൽ കണ്ടില്ല. പക്ഷേ അവരിൽ വ്യാപരിച്ച ദൈവശക്തി, ഉയരത്തിലെ ശക്തി കരമുയർത്തുന്നവർക്കായി. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. ബാക്കിയെല്ലാം പുറകോട്ട് പറഞ്ഞുതരാം. അതിനാൽ ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കൊമ്പ്. വായിക്കാം. അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതാ ഇന്നത്തെ എതിർ ക്രിസ്തു. ചെറിയ കൊമ്പ്. അതിനാൽ മുൻപിലത്തെ കൊമ്പ് 3 വായിച്ചോ. മുമ്പിലത്തെ 3 കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. യവൻ വരണമെങ്കിൽ 3 എണ്ണം പോവും. അവിടെ നിൽക്കട്ടെ മമ്മേ. 3 എണ്ണവും പോവും. 1 രാജാധിപത്യം, ഗൾഫിലെ ഭരണം മുഴുവൻ പോയി, എണ്ണവല. 2 ജനാധിപത്യം, കോവിഡ്. 3 ഏകാധിപതികൾ. ഇന്നത്തെ ഭരണം 3. ഇന്ത്യ അടക്കം ജനാധിപത്യം. റഷ്യ വ്ളാഡിമിർ പുടിൻ ഏകാധിപതി. ചൈനയിലെ കൊറിയയിലെ കിങ് ജോങ് ഏകാധിപതി. ചൈനയിലെ ഷീ ജിൻപിങ്, അവിടെ ഇലക്ഷൻ ഇല്ല. 3 രാജകീയ ഭരണം, ഗൾഫ് രാജ്യം. ഇത് 3 വീഴണമെങ്കിൽ ഇവിടെ ഒരു സംഭവം വരണം.
അതാ കോവിഡ് കരമുയരുന്നില്ലല്ലോ. അയ്യോ, കോവിഡ് കാലത്ത് ഇത്രയും പ്രതിസന്ധി ഇല്ല. തിരുവനന്തപുരത്തെ പണിക്കാർ, ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അത് കഴിഞ്ഞ് പൈപ്പ് ലൈൻ്റെ പണി ചെയ്യുന്നവർ, പ്ലംബേഴ്സ്, പെയിന്റേഴ്സ്, വണ്ടി ഓടിക്കുന്നവരെല്ലാം എത്ര രാത്രി ഇവിടെ. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാവുന്ന തിരുവനന്തപുരത്തായി കുഞ്ഞുങ്ങൾക്കറിയാം. എല്ലാ ദിവസവും തിരുവനന്തപുരം. ഇപ്പം ഇന്നിവിടെ നാളെ കൂടെ ഇവിടെ കഴിഞ്ഞ് മറ്റന്നാൾ ചെങ്ങന്നൂർ പ്രസംഗിച്ച് ഞാൻ നിലമ്പൂരിലേക്ക് പോകും. നിലമ്പൂരിൽ പോയി പിറവം കഴിഞ്ഞിട്ട് വരുമ്പോൾ വിരാലി പ്രസംഗിക്കാനാണ്. തിരുവനന്തപുരത്തെ എല്ലാ കോൺട്രാക്ടേഴ്സ്, പണിക്കാരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെന്നോട് പറയുന്ന പാസ്റ്ററെ, കോവിഡ് കാലത്ത് ഇത്രയും കഷ്ടമില്ലായിരുന്നു, ഇപ്പോഴാ പെരും കഷ്ടം. മനസ്സിലാകുന്നവർക്കായി പണിയില്ല, പൈസയില്ല, വലിയ കെട്ടിടങ്ങളില്ല, ഒന്നുമില്ല. സ്വോത്രം. ഇതാ തിരുവനന്തപുരം. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഫോൺ നോക്കിയാൽ അറിയാം. ഇവിടെ തന്നെ വിഴവൂര്, മലയമ, പേയാട്, എത്ര കുഞ്ഞുങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ. അവർ പറയുന്ന ഒരു പരുവത്തി ഞങ്ങൾ ഓടിച്ചു പോവുക. അതുകൊണ്ട് ഇതെല്ലാം വീഴണമെങ്കിൽ ഇവിടെ ഒന്ന് വരണം. ഇത് വീഴണമെങ്കിൽ സാമ്പത്തിക മാന്യം കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അതാ മാമേ കോവിഡ് ചുമ്മാതല്ല, അന്ത്യകാലം. അടുത്തത് വായിക്കാം. ഈ ഭരണാധികാരി വരുമ്പോൾ അതാ നമ്മുടെ ഒന്നാമത്തെ പ്രസംഗം. വായിക്കാം. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. അവിടെ നിൽക്കട്ടെ, ഇനി ഓടരുത്. അവൻ സകല മനുഷ്യരെയും കാണും. എങ്ങനെ? പണ്ടത്തെ മൊബൈലെല്ലാം മാറിയില്ലേ? പണ്ടത്തെ മൊബൈൽ നോക്കിയയുടെ, സാംസങ്ങിന്റെ 2 കിലോ ഉള്ള മൊബൈലായിരുന്നു. അതെല്ലാം മാറി. ഇപ്പോഴത്തെ എല്ലാം ടച്ച് മൊബൈൽ. എല്ലാത്തിലും 2-4 ക്യാമറ. സഹോദരന്മാർ 2 ഉള്ളു. ചേച്ചിമാർ കടയിൽ ചെല്ലുമ്പോഴേ പറയും 4 ഉള്ളത് എടുത്തേക്കാം. സന്തോഷമില്ലല്ലോ സ്വോത്രം. കറക്കാനായിട്ട് കറക്കിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ അർത്ഥം എന്താ? അവൻ മനുഷ്യനെ കാണും. ആ കാണുന്ന സംഭാഷണമല്ലേ ഇന്ന് ബസ്സിനകത്ത് പോയാൽ കുഞ്ഞുങ്ങൾ പറയത്തില്ലേ, ഞാൻ വീഡിയോ കാൾ ചെയ്താട്ട് മക്കളെ. വീഡിയോ കാൾ സന്തോഷമില്ലല്ലോ. ഫേസ്ബുക്ക്, മെസ്സഞ്ചർ കാൾ, വാട്സപ്പ് കാൾ, വോട്ട്രീം കാൾ. അയ്യോ, മൊബൈൽ ആരും ഉപയോഗിക്കുന്ന പോലുമില്ല. സ്വോത്രം. സന്തോഷമില്ലല്ലോ. TPM-ൽ അപ്പച്ചൻ കൊട്ടാരക്കാരെ 2 എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വോത്രം. കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ TPM-കാരിലെ എൻ്റെ സുഹൃത്തുക്കൾ, അവരെ ചാനൽ മൊത്തം എൻ്റെ പ്രസംഗം കർത്താവിൻ്റെ വരെ ഓടുന്നത്. അപ്പച്ചനോട് ഞാൻ ചോദിച്ചാൽ പറയാം, ചിലപ്പോൾ ഒരെണ്ണത്തെ കോള് കിട്ടാതെ വന്നാൽ കുഞ്ഞ് ഒരെണ്ണവും കൂടെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. സ്വോത്രം. 2 സ്പെയർ. സ്വോത്രം. പിന്നെ മലയത്തുകാർ ഇതുവരെ മൊബൈലും കണ്ടിട്ടില്ല, ക്യാമറയും കണ്ടിട്ടില്ല. സ്വോത്രം. നിങ്ങൾ പ്രാക്കളെ പോലെ പറക്കാതിരിക്കുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ സകലരും വീഡിയോ കാൾ. പ്രായം ചെന്ന 80-കാരി അമ്മച്ചി കിടമ്പറ, അയ്യോ കൊച്ചുമോളാന്നോ, ഒന്ന് ഓൺ ചെയ്താട്ടെ, ഞാൻ ഒന്ന് കണ്ടാട്ടെ രമ്യമോളെ. സന്തോഷമില്ലല്ലോ. എവിടം വരായി കുഞ്ഞമ്മാമേ, കാലെവിടം വരാന്ന് ഷോക്ക്. ഇതെല്ലാം എവൻ്റെ കയ്യിൽ പോകും. അതായി കോവിഡ്. അതിനാസ്പദമായി സകലരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? പണ്ടത്തെ കാലത്ത് ആർക്ക് കമ്പ്യൂട്ടർ അറിയാം? ഈ കൊച്ചുങ്ങൾക്ക് ആരെങ്കിലും ടച്ച് ഫോൺ കൊടുക്കുമായിരുന്നോ? മമ്മി അടുക്കള നിൽക്കുമ്പോൾ വട്ടിയിലല്ലയോ ടച്ച് ഫോൺ ഇട്ടിരുന്നത്? സ്വോത്രം. സ്കൂൾ അടച്ച് മലയൻകീഴി. സ്കൂൾ ആപ്പ്, ഫേസ് ആപ്പ്, ഗൂഗിൾ ആപ്പ്, ഗൂഗിൾ മീറ്റ്. സന്തോഷമില്ലല്ലോ. കുഞ്ഞുങ്ങൾക്കറിയാത്ത ആപ്പ് വല്ലതും ഉണ്ടോ? സ്വോത്രം. മര്യാദയ്ക്ക് ഇതിലെ അപ്പനെ അമ്മയും കൂടെ അവർ ആപ്പ് വെക്കും. സ്വോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. തീർന്നില്ല. ഇന്ന് രാത്രി കേട്ടോ, കളിക്കാവളയ്ക്കപ്പുറത്തൊരു സ്ഥലമുണ്ട്, കിരാത്തൂർ. ഇത്ര ഞാൻ പറയത്തോളൂ. കോവിഡ് കഴിഞ്ഞ് ഞാനൊരു കൺവെൻഷന് പോയി. 5 ദിന കൺവെൻഷൻ. അവിടുത്തെ തലമൈ പോതകർ 85 വയസ്സുള്ള ഒരു അപ്പച്ചൻ. 3 നാൾക്കളിൽ ഞാൻ പേസിക്കരുത് ഉലകത്തിൻ മുടിവ് കടസിക്കാല ചെയ്തികൾ. 2 നാൾക്കളിൽ വേറെ ഒരു സുവിശേഷകർ. ഞാൻ 1-ാം ദിവസം യോഗം കഴിഞ്ഞ് വന്നു. നമ്മുടെ പാസ് ചായ തന്നപോലെ ചായ കുടിച്ചപ്പോൾ 85 വയസ്സുള്ള അപ്പച്ചൻ ഇരുന്ന് ലാപ്ടോപ്പ് ഞെക്കുന്നു. മനസ്സിലായില്ല. ഞാൻ ചിന്തിച്ചു, 85 വയസ്സുള്ള അപ്പച്ചൻ മത്തിത്തല പിടിച്ചാൽ കൈ വിറയ്ക്കുന്ന അപ്പച്ചിട്ട് ഞെക്കുന്ന രാത്രി. ഞാൻ ഒന്നും ചോദിച്ചില്ല. 2-ാമത്തെ ദിവസം വീണ്ടും ഞാൻ വന്നു. ചായ തന്ന അപ്പച്ചൻ ഞാൻ തമിഴ് തന്നെ ചായ എന്താ നൈറ്റ് കെട്ട് യാർക്കിട്ട് കൂപ്പിടരുത്. അപ്പം അവർ പറഞ്ഞു, ஊழியக்காரா என் சின்ன பிள்ளை மகள் வந்துட்டு UK നേഴ്സായിരിക്കുന്നുണ്ട്, അവൾ ജോലി മുടിഞ്ചാച്ചോന്ന് ഞാൻ ചാറ്റ് ചെയ്യുവാന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അപ്പച്ചൻ്റെ മോൻ്റെ മോള് UK നേഴ്സാ ചാറ്റ് ചെയ്യുന്നത്. 85-കാരെ അപ്പച്ചൻ. സ്വോത്രം. ഞാൻ അപ്പം ചോദിച്ച്, പിന്നെ ഇതെങ്ങനെ പഠിച്ച്? கோவிட் காலம் வந்து சர்ச் எல்லாம் பூட்டி இருக்குது. நான் ஆன்லைன் மெசேஜ் கொடுத்து சூமி கேറി இப்போ அருமையான ലാപ്ടോപ്പേ നാം യൂസ് പണ്ടത്. മനസ്സിലാകുന്നവർക്കായി. കോവിഡ് കാലത്ത് സഭയെല്ലാം അടച്ചാൽ ഗൂഗിൾ മീറ്റിംഗ് കൊടുത്ത് അപ്പച്ചൻ കളിക്കാവള. ബാക്കി ഞാൻ പേര് പറയുന്നില്ല. സ്വോത്രം. രാംഭാഷ് അറിയാറ്, ഞാൻ പേര് പറയുന്നില്ല. സ്വോത്രം. അവിടം വരായി ഇന്ന് രാത്രി സകലരും പഠിച്ചില്ലേ? 1. 2-ാമത്തെ കാര്യം, മലയൻകീഴി ഒരു അച്ഛനും അമ്മമ്മയും. മോൻ്റെ പേര് ജോസ്, മരുമകൾ ജോസ്മി. അവർ 2 മസ്കറ്റിലായിരുന്നു. പണ്ടത്തെ കാലത്ത് അവർ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യും. മലയൻകീഴി തിരുവനന്തപുരം വെള്ളയമ്പലത്തോട് പറയും, സാറേ 6:30 ഞങ്ങളുടെ മോനെയും വിളിക്കാൻ മോളെയും വിളിക്കാൻ ഒരു കോള് തരണം. അപ്പോൾ അവർ പറയും, വൈകിട്ട് ഫോണിൻ്റെ ചവിട്ടി കാത്തിരുന്നാൽ മതി, തരാം. 6:30 ആകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഫോണിൻ്റെ ചവിട്ടി നിൽക്കുക. അന്നത്തെ ഫോൺ എത്ര? 4 കിലോ. മണി അടിച്ചു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിലേക്കാളും വലിയ മണിയടിയോ. സ്വോത്രം. ആദ്യം വെള്ളയമ്പലത്ത് നിന്ന് ഇങ്ങോട്ട് ഫോൺ വരും. എടുക്കുമ്പോൾ പറയും, ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന കട്ട് ചെയ്യണം. അടുത്ത കോൾ മസ്കറ്റുമായിട്ട് കണക്ഷനാണ്. അടുത്ത ബെല്ല് വരുമ്പോൾ അപ്പച്ചനൊരു വിളിക്കും,
ആരാ? ഹലോ ജോസ് മോനെ. 6 വീട്ടുകാരും കേൾക്കും, അപ്പുറത്തെ വീട്ടിലെ പട്ടിയും കിടന്ന് കുറയ്ക്കും അപ്പച്ചൻ്റെ വിളി കേട്ട്. മനസ്സിലാക്കുന്നവർക്കായി അന്നത്തെ കോൾ അങ്ങനല്ലയോ. ഉടനെ മരുമോടെ അടുത്ത് വേറെ ചോദിക്കും, അന്ത കാലം മുടിഞ്ചാ ചയ്യ. ഇന്ന് മലയങ്കയിൽ അപ്പച്ചനും അമ്മച്ചയും 14 ലാപ്ടോപ്പ് ഭിത്തിയെ ഒരു ചെകുത്താൻ 6 ആകുമ്പോൾ കീ കൂക്ക് ഒറ്റഞ്ഞ കോൾ ലൈൻ മസ്കറ്റ്. മനസ്സിലാക്കുന്നവർക്കായി സ്വത്രം. അപ്പച്ചനും അമ്മച്ചയും മേശപ്പുറത്തിരിക്കുന്നു, ചെറുപ്പക്കാരി കുഞ്ഞു അവിടെ. ഉടനെ ജോസ്മാനോട് ചോദിക്കും, ജോലി കഴിഞ്ഞോ? അവൻ പറഞ്ഞു, ജോലി കഴിഞ്ഞു. മരുമോളം തീയതി അമ്മച്ചി പുറകെ കൂടെ ചോണ്ട് മരുമോളം തീയതി ഒരു മനുഷ്യർ ചോദിക്കുക. അന്നേരം പറയാം, അകത്ത് ചപ്പാത്തി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. ഉടനെ അപ്പച്ചനോട് ചോദിക്കും, എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി, എന്താ ഇന്നത്തെ രാത്രി? അപ്പച്ചൻ പറയും, നല്ല ഗോതമ്പ് കഞ്ഞി അച്ചാറ് വന്നു. ഉടനെ മക്കൾ ചോദിക്കും, എന്ത് പറ്റി? ഉടനെ പറയാം, ഞങ്ങൾ SP പാറശാല പോയി ഡോക്ടർ പറഞ്ഞ് ഷുഗർ കൂടുതലാന്ന്. ഉടനെ അവരവിടെ ചോദിക്കും, താണ്ട ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും കണ്ടോളാൻ പ്ലേറ്റ്. സന്തോഷമില്ലല്ലോ സ്വോത്രം. എവിടം വരെ ഇതുപോലെ സാത്താൻ ലോകത്തെ കാണും. അതിനാസ്പദമായി ഇവിടെ ഒരു കാര്യം നടന്നു. ഇന്നത്തെ റിലയൻസ് നെറ്റ്വർക്ക് എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ റിലയൻസിൻ്റെ ഒരു മൊബൈലിനകത്തുനിന്ന് മറ്റേ മൊബൈലിൽ വിളിച്ചാൽ ഫേസ്ബുക്ക് വേണ്ട, മെസ്സഞ്ചർ വേണ്ട, വാട്സപ്പ് വേണ്ട, ഒന്നും വേണ്ട. കോൾ ഓണാക്കി 2 റിലയൻസ് കസ്റ്റമറെങ്കിൽ തങ്ങളിൽ ക്യാമറ വഴി കാണാം. കരം ഉയർത്തുന്നവർക്കായി ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കോവിഡ് ചെറിയ സംഭവമല്ല. നമ്മുടെ ഡേറ്റ മുഴുവൻ ഒരുവന്റെ കയ്യിൽ പോയെങ്കിൽ അവൻ സകല മനുഷ്യരെ ഇന്റർനെറ്റ് വഴി കാണുന്ന കാലം വിദൂരമല്ല. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ ഇന്റർനെറ്റ് വഴി നമ്മളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. കരമുയർത്തുന്നവർക്കായി തന്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരാറായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്ധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. അതാ റിലയൻസ്. നാളെ എയർടെല്ലിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി മനസ്സിലാക്കാം. ഇനി അടുത്തത് വായിച്ചാട്ട്. കണ്ണ് പോലെ കണ്ണ് വമ്പ് പറയുന്ന വായിച്ചാട്ട്. വായുമുണ്ടായിരുന്നു. ദാണ്ടെ ഗൂഗിൾ. ദാണ്ട് എല്ലാരും ഇങ്ങോട്ട് കേട്ടെ. ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ച പണ്ട് പേയാട് വിട്ട് മലയും കീഴ് ആരോട് ചോദിക്കണം? വഴിയിലെ നാരായണൻ ചേട്ടനോട് ചോദിക്കണം. ഇന്ന് ആരോടും ചോദിക്കണ്ട. മൊബൈലിൽ നല്ലൊരു അങ്കിളുണ്ട്, ഗൂഗിൾ. 300 രൂപ കൊടുത്താൽ മതി, മാസം എല്ലാം കിട്ടും. ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചാൽ കുഴപ്പത്തിൽ വാക്കും. സ്വത്രം. അവനോട് ചോദിച്ചാൽ മതി. മലയും കീഴ് വന്നിട്ട് GPS അടിച്ച്, ആ പേയാട് വന്നിട്ട് GPS മാപ്പൂടെ ടൈപ്പ് ചെയ്ത് ഗൂഗിളിനോട് പറഞ്ഞാൽ മതി, ഗോ സ്ട്രൈറ്റ് മലയൻ കീഴ്. സന്തോഷമില്ലല്ലോ? എത്ര ക്ലിയറായി ദാ കിടക്കുന്ന ഗൂഗിൾ സംസാരിക്കും. അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഒന്നാമത്തെ ഇടവേളയിലേക്ക് ഇന്റർനെറ്റ് വഴി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഓണാശംസ കോവിഡ് കാലം 04713330 കിള്ളിയിലിരുന്ന് നാരായണൻ ചേട്ടന് ഫോണെടുത്ത് 3:30 ഹലോ, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളീയർക്ക് ഓണാശംസ. കോവിഡ് കാലത്ത് IB സതീഷ് സാർ പലരും കാട്ടാക്കട വന്നില്ല. നിങ്ങൾ രാവിലെ മൊബൈൽ എടുത്തപ്പോൾ 0471 BSNL നമ്പർ, ഞാൻ IB സതീഷ് സാർ, IB സഖാവ് IB സതീഷ് അരിവാൾ ചുറ്റിക. അതിന്റെ പുറകെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് അടുത്തപ്പോൾ ഞാൻ ആരാ? ശശി തരൂർ. വോട്ട് കൈപ്പത്തി അടയാളം. നിങ്ങളെ കണ്ടിട്ടില്ല. അതിനാസ്പദമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ മൻ കി ബാത്ത്, മൻ കി ബാത്ത് അല്ല, കൊരങ്ങൻ കരപനയാറ്റി കുളിക്കാൻ പോയതല്ല, മനസ്സ് കീ ബാത്ത്, മൻ കി ബാത്ത്. BSNL കൂടി സംസാരിക്കുന്നത് 8 കോടി പേർ കേട്ടു. 8 കോടി പേർ. ഇന്ത്യൻ പ്രധാനമന്ത്രി 1 മിനിറ്റ് സംസാരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇസ്രയേലിന്റെ പർവ്വതനിര, മെഗിദോ താഴ്വര, അതിനകത്ത് 1000 മനുഷ്യന്റെ തലച്ചോറ് വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 ഹ്യൂമൻ ബീങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ നൗ മോണറ്റൈസ്ഡ് ബൈ അറ്റ് ഇസ്രായേൽ വാലി അറ്റ് മെഗിദോ. എല്ലാവരും കേട്ടോണം അന്ത്യകാല പ്രസംഗം. ഇന്ന് 600 ഭാഷ കൺവെർട്ട് ചെയ്യാൻ തുടങ്ങി ഈ സംഭവം. അതിനാസ്പദമായി ബാക്കി നിങ്ങളോട് പറയാം. കേരളത്തിൽ വന്നിട്ടില്ല ജോയിസ് മേയർ. കരമുയർത്തുന്നവർക്ക് ഒരു അമ്മാമ്മ പ്രസംഗിക്കുന്ന സ്വോത്രം. അവർ കേരളത്തിൽ വന്നിട്ടില്ല. അവർ ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ. തമിഴ്നാട് ആർക്കറിയാം? 4 മാവടി അങ്ങ് ഒരു അരുമേനൊക്കെ ഊഴിയക്കാരിരിക്കുന്ന മോഹൻ C. ലാസറസ്. മനസ്സിലാകുന്നവർക്കായി അദ്ദേഹം ഹാർവസ്റ്റിന്റെ പവർ വിഷനും പ്രസംഗം കൊടുക്കുന്നത്. അദ്ദേഹം അവിടെ തമിഴിൽ പറയുമ്പോൾ ഈ സോഫ്റ്റ്വെയർ മാറ്റുന്നു മലയാളത്തിൽ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ച ഇന്ന് കൊടുത്ത ഗൂഗിൾ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു സഹായവും വേണ്ട. അവൻ ലോകത്തോട് സംസാരിക്കും. നാടൻ തിരുവനന്തപുരം മലയാളം. പണ്ട് ഇവിടെ റേഡിയോ നിലയം തിരുവനന്തപുരം 5:30 ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്,
എന്നിട്ട് രാമേന്ദ്രന്റെ വാർത്ത വയലും വീടും 7:30 തീർന്നല്ലോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. റേഡിയോ പാർക്ക് അതുപോലെ ഗൂഗിൾ സംവിധാനം അവൻ്റെ കിട്ടിയാൽ ലോകത്തിലെ 262 രാഷ്ട്രങ്ങളോട് ഒരു സോഫ്റ്റ്വെയർ അവൻ്റെ കയ്യിലായാൽ സംസാരിക്കും. നൗ ഗൂഗിൾ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവൻ ലോകത്തോട് സംസാരിക്കും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ശബ്ദം ഞങ്ങളുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിന്റെ പേര കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. മലയമേ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു മക്കളെ. ഇന്നത്തെ റിലയൻസിന്റെ മൊബൈലിൽ കൂടെ ഒരു സിസ്റ്റം ഇല്ലാതെ കോൾ ഓൺ ചെയ്യുമ്പോൾ മനുഷ്യന്റെ മുഖം തങ്ങളിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണുമെങ്കിൽ ഇത് ഇസ്രയേലിന്റെ താഴ്വരയിൽ എത്തുമ്പോൾ സാത്താൻ നിങ്ങളുടെ മൊബൈൽ ക്യാമറ വഴി ദർശിക്കുന്ന ഒരു കാലം വരാറായി. ആ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളു. മലയമേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവസാനം വരുന്ന ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. അതാ പാസ് പറയുമ്പോൾ നിർത്തും. വായിക്കാം. അപ്പൊ യേശു എന്ത് പറഞ്ഞു? യോഹന്നാൻ 14:30. ഈ ആന്റി ക്രൈസ്റ്റ് വരുമോ? യേശു വരുമോ? വായിച്ചാട്ടെ മക്കളെ. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. അടുത്ത വാക്ക്, ലോകത്തിന്റെ പ്രഭു വരുന്നു. എതിർ ക്രിസ്തു. ഒരു കാര്യവുമില്ല. യേശുവിനോടൊരു കാര്യവുമില്ലെങ്കിൽ യേശുവിന്റെ മക്കളോടും ഒരു കാര്യമില്ല. വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ മക്കളോട് ഒരു കാര്യം കാണത്തില്ല. ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒന്നാമത്തെ ഇടവേള. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത്